സ്വാഗതം. പവർ പ്ലേ എന്ന പേരിൽ ഒരു പുതിയ ഷോ തുടങ്ങുകയാണ്. കേരളം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്താൻ ഇനിയും സമയമുണ്ട് എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. അതിനകത്തും ഇടയ്ക്ക് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരാനും സമയമുണ്ട് എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ കേരളം വളരെ പെട്ടെന്ന് ഒരു തെരഞ്ഞെടുപ്പ് മൂഡിലേക്ക് മാറുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, മുന്നണികൾ ഒക്കെ വളരെ പെട്ടെന്ന് ഇലക്ഷൻ ഗിയറിലേക്ക് മാറുന്നു. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ബി ജെ പിയുടെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് എന്നറിയപ്പെടുകയും ചെയ്യുന്ന അമിത്ഷാ തിരുവനന്തപുരത്ത് വരികയും ബി ജെ പിയിലെ വാർഡ് തലത്തിലുള്ള പ്രതിനിധികളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം 2026 ബി ജെ പി കേരളത്തിൽ അധികാരത്തിലെത്തും എന്നുള്ളതാണ്. 2021 35 സീറ്റ് കിട്ടിയാൽ കേരളത്തിൽ ഭരണം പിടിക്കും എന്ന് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് നമ്മുടെ ഓർമ്മയിലുണ്ടാവും. അമിത്ഷാ പറഞ്ഞത് എത്രത്തോളം വസ്തുതയുമായി ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് അവിടെ സംശയത്തിൽ നിൽക്കെ തന്നെ അത് പറയാൻ പാകത്തിലേക്കുള്ളൊരു ആത്മവിശ്വാസം കേരളത്തിലെ ബി ജെ പി ഘടകത്തിന് ഉണ്ടായിരിക്കുന്നു. അല്ലെങ്കിൽ കേരളത്തിലെ ബി ജെ പി ഘടകത്തെ നോക്കിക്കൊണ്ട് അങ്ങനെ പറയാൻ അമിത്ഷായ്ക്ക് സാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിനൊപ്പം മറ്റ് പ്രധാനപ്പെട്ട മുന്നണികൾ എടുത്തു കഴിഞ്ഞാൽ എൽ ഡി എഫിലാണെങ്കിലും യു ഡി എഫിലാണെങ്കിലും രണ്ട് മുന്നണികളും ഏതാണ്ട് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. പ്രധാനമായും യു ഡി എഫ് ആണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വിജയം അവരെ കുറെ കൂടെ ഊർജ്ജസ്വലരാക്കിയിരിക്കുന്നു. കോൺഗ്രസ് ഏതാണ്ട് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്ന അവസ്ഥയുണ്ട്. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ തന്നെ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ ഒരു പ്രസക്തി കൂടുതൽ തെളിയിക്കുന്ന വിധത്തിലുള്ള ചില നീക്കങ്ങളുമായിട്ട് രംഗത്ത് വരുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. മുസ്ലിം ലീഗിൽ നിന്ന് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ മാനദണ്ഡങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. പല കുറി മത്സരിച്ച് ജയിച്ച ആളുകൾ ഒരുപക്ഷെ മാറി നിൽക്കേണ്ടി വന്നേക്കാമെന്ന സൂചനകൾ ലീഗിൽ നിന്നുണ്ട്. സി പി എം ആകട്ടെ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാണ് ഫോക്കസ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി അവിടെയും നിയമസഭാ സ്ഥാനാർത്ഥികളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു, അനൗദ്യോഗികമായിട്ടെങ്കിലും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. മുന്നണി തലത്തിലും അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ വരുന്നു. പല പാർട്ടികളുടെയും മുന്നണി മാറ്റത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ വരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് കേരള കോൺഗ്രസ് എം ആണ്. ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് എം എൽ ഡി എഫിൽ തുടരുമോ, യു ഡി എഫിലേക്ക് പോകുമോ, യു ഡി എഫ് ക്ഷണിക്കുമോ, ക്ഷണിക്കാതെ തന്നെ വരുമോ, അതോ എൽ ഡി എഫിൽ തുടരുമോ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ചർച്ചകൾ. ഇവിടെ വെച്ചുകൊണ്ടാണ് പവർ പ്ലേ ആരംഭിക്കുന്നത്. കേരളം വളരെ നേരത്തെ ഒരു തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണോ എന്നാണ് നമ്മൾ പരിശോധിക്കാൻ ശ്രമിക്കുന്നത്. അതിനൊപ്പം ഇത് ഓരോ വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ട് ഡിസ്കഷൻ നമ്മൾ തുടരുകയും ചെയ്യും. നമുക്കൊപ്പം ഉള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകരായ എം പി പ്രശാന്തും എം പി ബഷീറുമാണ്. ഞാൻ ആദ്യം ബഷീറിലേക്ക്. ബഷീർ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ വളരെ പെട്ടെന്ന് കേരളം ഒരു ഇലക്ഷൻ മോഡിലേക്ക് മാറി. അതും ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പല്ല എല്ലാവരുടെയും സംസാര വിഷയം അസംബ്ലിയാണ്. അതെങ്ങനെ ഇത് സംഭവിക്കുന്നത്? ഇടയ്ക്കൊരു തെരഞ്ഞെടുപ്പോടെ ബാക്കിയുണ്ടല്ലോ. അതെ, നമ്മൾ നേരത്തെ പൊതുവായി പരമ്പരാഗതമായി കണക്കാക്കുന്നത് ഒരു ഒക്ടോബർ നവംബർ മാസത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ നേരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളിലേക്ക്, അതിൻ്റെ ഹീറ്റിലേക്ക് പോകും എന്നതാണ്. പക്ഷേ ഇത്തവണ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു അന്തരീക്ഷം നേരത്തെ തന്നെ വന്നിരിക്കുന്നു എന്നാണ്. അതിന് കാരണമായി വിലയിരുത്താവുന്നത്, അതിന് കാരണമായി ഞാൻ കാണുന്നത്, സാധാരണഗതിയിൽ ഒരു 40 വർഷത്തോളം 2021 ഒരു ഭരണ തുടർച്ച ഒഴിച്ചാൽ 40 വർഷത്തോളം ഏതാണ്ട് ഒരു പാറ്റേണിൽ ഒരു ആൾട്ടർനേറ്റ് സർക്കാർ ഇങ്ങനെ 2021 ഭരണ തുടർച്ച ഒഴിച്ചാൽ ഏതാണ്ട് ഇങ്ങനെ ഒരു മുന്നണിയെ മാറി അടുത്ത മുന്നണിയെ തിരഞ്ഞെടുക്കുക എന്ന ഏറെക്കുറെ ഒരു സ്വാഭാവികമായ പരമ്പരാഗതമായ ഒരു പ്രക്രിയയായിരുന്നു അത്. എന്നാൽ ഈ തവണ അതിൽ പ്ലെയേഴ്സ് നേരത്തെ ഉണ്ടായിരുന്ന 2 പ്ലെയർ എന്നത് ഓൾമോസ്റ്റ് 3 പ്ലെയേഴ്സ് ഉണ്ട്. ബി ജെ പി കൂടി പരിഗണിക്കപ്പെടേണ്ട ഒരു പ്ലെയറാണ് എന്ന തരത്തിലേക്ക് നമ്മളുടെ വോട്ടിംഗ് അതിൻ്റെ പാറ്റേൺ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ അന്തരീക്ഷം നേരത്തെ ആവാനുള്ള കാരണം. രണ്ട് മുന്നണികൾക്കും, യു ഡി എഫിനും എൽ ഡി എഫിനും എന്താകും തെരഞ്ഞെടുപ്പിൻ്റെ പരിണതി എന്നതിനെക്കുറിച്ച് നേരത്തെ ഉണ്ടായിരുന്ന അത്രയും ക്ലാരിറ്റി ഈ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചില്ല. എന്തും സംഭവിക്കാം എന്ന ഒരു പ്രതീതി ഇരു മുന്നണിക്കകത്തും ഉണ്ട്. അതിനുള്ള പ്രധാന കാരണം ബി ജെ പി എന്ത് ചെയ്യും, എത്ര വോട്ട് പിടിക്കും എന്നതാണ്. അതാകട്ടെ അതിൻ്റെ കണക്കുകൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അസംബ്ലി സെഗ്മെൻറ്റ് തിരിച്ചുള്ള കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ അതിൽ കുറേയൊക്കെ സാങ്കത്യമുണ്ട്. ബി ജെ പി ഒരു തേർഡ് പ്ലെയറായി
BJP മുന്നണി എന്ന രൂപത്തിൽ തന്നെ ഒരു പ്രധാന പ്ലെയറായി കേരള രാഷ്ട്രീയത്തിൻ്റെ ഈ സർക്കാർ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഒരു സംഗതിയായി ഈ തെരഞ്ഞെടുപ്പോടുകൂടി മാറാൻ ഇടയുണ്ട് എന്നാണ് കണക്കാക്കേണ്ടത്. അതാണ് ഈ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം നേരത്തെ ആവാനുള്ള കാരണം എന്നാണ് എൻ്റെ തോന്നൽ. ഞാൻ അതിലേക്ക് തന്നെയാണ് ആദ്യം സംസാരിച്ചതും അതിനെക്കുറിച്ച്. അപ്പോൾ അമിത്ഷാ വരുന്നു, BJPയുടെ വാർഡ് തലത്തിലുള്ള പ്രതിനിധികളുടെ മീറ്റിംഗ് വിളിക്കുന്നു. ഏതാണ്ട് 25,000 പേർ നേരിട്ടും ഏതാണ്ട് 75,000 പേർ നേരിട്ടല്ലാതെയും അതിൽ പങ്കെടുത്തു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് 2026 ഞങ്ങൾ ഇവിടെ അധികാരം പിടിക്കും എന്നാണ്. അത് എത്രത്തോളം അതിരുകടന്ന അവകാശവാദമാണ് എന്നുള്ളത് അവിടെ നമുക്ക് കരുതാം. എങ്കിൽ പോലും ബഷീർ സൂചിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, BJP ഒരു ഡിസൈഡിങ് ഫാക്ടറായിട്ട് മാറിക്കഴിഞ്ഞു. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്ക് വെച്ചുകൊണ്ടാണ് ബഷീർ സംസാരിച്ചത്. ആ കണക്കിനെ നമ്മൾ കേരളത്തിൻ്റെ ഒരു യഥാർത്ഥ രാഷ്ട്രീയ ചിത്രമായിട്ട് മനസ്സിലാക്കണോ? അതുകൊണ്ടാണോ ഈ നേരത്തെയുള്ള ഈ ഹീറ്റ് നമ്മൾക്ക് ഫീൽ ചെയ്യുന്നത്? വേറൊരു കാരണം കൂടി ഞാൻ കാണുന്നത്, ഇതിലിടക്ക് ഈ ചർച്ചകൾ നടക്കുന്നിടക്കാണ് ഒരു സർവേ വന്നത്. അതെ, ആ സർവേയും കൂടി ഒരുപക്ഷെ ഈ ചർച്ചകൾ നേരത്തെയാക്കാൻ കാരണമായിട്ടുണ്ടാകും. കാരണം അതിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഇപ്പോൾ നിലനിൽക്കുന്ന പോപ്പുലർ പെർസെപ്ഷൻ അതിനെ തൃപ്തിപ്പെടുത്തുന്നതാണ് ആ സർവേ. അതിൽ പറയുന്ന വേറൊരു കാര്യം, ഈ BJPയെക്കുറിച്ച് പറഞ്ഞത് 23% വോട്ട് BJPക്ക് ലഭിക്കുമെന്നാണ് ആ സർവേയിൽ പറഞ്ഞതെന്നാണ് തോന്നുന്നത്. 16% ഇപ്പോഴും, അല്ല 15-16% ഇപ്പോഴുള്ളത്. അതിൽ നിന്ന് 23% പോകണമെങ്കിൽ ഒരു 6-7% ഒരു ലീപ്പ് ആണ് ഉണ്ടാവേണ്ടത്. അതിനുള്ള ഒരു സാഹചര്യം കേരളത്തിലുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ അതാണ് ഒരുപക്ഷെ BJPക്ക് അത് BJP സ്പോൺസേഡ് ആണെന്ന് പറയുന്നു, കോൺഗ്രസ് സ്പോൺസേഡ് ആണെന്ന് പറയുന്നു, ശശി തരൂർ സ്പോൺസേഡ് ആണെന്ന് പറയുന്നു. അതെ. അപ്പോൾ അത് എത്രമാത്രം യാഥാർത്ഥ്യത്തോട് യോജിച്ചു വന്നു എന്നുള്ളത് കാര്യം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ BJPയുടെ അമിത്ഷാ പ്രഖ്യാപനത്തിന് ശേഷമാണ് സദാനന്ദൻ മാഷെ അവരെ രാജ്യസഭയിലേക്ക് കൊണ്ടുപോകുന്നത്. അത് എങ്ങനെയാണ് നോർത്ത് കേരളയിലെ അല്ലെങ്കിൽ ഉത്തര കേരളത്തിലെ സംഘപ്രവർത്തകർക്കിടയിൽ പ്രത്യേകിച്ച് BJPയോട് പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഇല്ലാതിരിക്കുകയും BJP നേതാക്കന്മാരെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ BJP നേതാക്കന്മാരെക്കുറിച്ച് വളരെ മോശമായി പറയുന്ന, എന്നാൽ RSSുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആൾക്കാരെ മൊത്തം എനർജൈസ് ചെയ്യുന്ന ഒരു തീരുമാനമായിരുന്നു അത് ഈ സദാനന്ദൻ മാഷെ ഇവിടേക്ക് കൊണ്ടുവന്നത്. കാരണം ഒരുപക്ഷെ നോർത്ത് കേരളം വിട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല, അതിൻ്റെ ഒരു ഇമോഷണൽ കണ്ടൻറ്റ് എത്രയാണെന്ന് മനസ്സിലാവില്ല. പക്ഷേ ഈ കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ചും ഉത്തര കേരളത്തിൽ പൊതുവായും ഉണ്ടാകുന്ന ഒരു ധാരണ അല്ലെങ്കിൽ ഒരു CPM RSS സംഘർഷങ്ങളുടെ ചരിത്രം, അതിൻ്റെ ഓർമ്മകളെ മൊത്തം കൊണ്ടുവരികയാണ്. ഈ ചർച്ചകളിലൊക്കെ നോക്കാം, സുധീഷിൻ്റെ വധം, പിന്നെ ജയകൃഷ്ണൻ വധം, അങ്ങനെ CPM RSS സംഘടനകളുടെ ചരിത്ര സ്മൃതി നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവരികയാണ്. അതൊക്കെ എങ്ങനെയായിരിക്കും ഈ ഇലക്ഷനിൽ? അത് എനിക്ക് തോന്നുന്നത് അത് വളരെ ചെറിയൊരു കാര്യമല്ല, വളരെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു മൂവായിരുന്നു സദാനന്ദൻ മാഷെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം അത് വെറുതെ ഒരാളെ രാജ്യസഭയിലേക്ക് കൊണ്ടുവരുന്നതല്ല, അത് ഇങ്ങനെ നിൽക്കുന്ന ഒരുപാട് ആളുകൾ, അതായത് BJP നേതൃത്വവുമായി അകന്നു നിൽക്കുകയും എന്നാൽ സംഘപരിവാറിൻ്റെ ആശയത്തോട് യോജിച്ച് നിൽക്കുകയും ചെയ്യുന്ന ഒരുപാട് പ്രവർത്തകരെ ഈ ഒരു രംഗത്തേക്ക് കൊണ്ടുവരാനുള്ള ബോധപൂർവമായൊരു ശ്രമമായിരുന്നു അതുണ്ടായിരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്, ഈ സർവേയിൽ പറഞ്ഞ കാര്യം, പിന്നെ രണ്ടാമത് അമിത്ഷായുടെ ക്ലെയിം, മൂന്നാമത്തേത് സദാനന്ദൻ മാഷുടെ ഈ നോമിനേഷൻ, ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ കൃത്യമായി നമുക്കറിയാം BJP എന്തോ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ട. പക്ഷേ ഓരോ പ്രാവശ്യവും BJP നേതാക്കന്മാർ കേരളത്തിൽ വന്നിട്ട് പറയുന്നതും ആ റിസൾട്ടും തമ്മിൽ വലിയൊരു മിസ്മാച്ച് ഉണ്ടാവാറുണ്ട്. കാരണം BJPയുടെ അഖിലേന്ത്യാ നേതാക്കന്മാർ വന്നിപ്പോൾ കേരളത്തിലെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആ പത്രസമ്മേളനത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ ചിരിക്കാറാണ് പതിവ്. കാരണം അവർ അടുത്ത പ്രാവശ്യം കേരളത്തിൽ താമര വിരിയും എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഇരുന്ന് ചിരിക്കാറാണ് പതിവ്. പക്ഷേ ഇപ്പോഴും അങ്ങനെ ചിരിയല്ല വരുന്നത്. കാരണം അത് മറിച്ച് ഇതെന്തോ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. കേരളത്തെക്കുറിച്ച് ഇപ്പോൾ മൊത്തം സൗത്ത് ഇന്ത്യയെക്കുറിച്ച്
അവർക്കൊരു വ്യക്തമായ ഒരു പദ്ധതി ഉണ്ട് എന്നാണ് ഈ അമിത്ഷായുടെ നീക്കങ്ങളിലൂടെ തോന്നുന്നത്. അതൊരു പക്ഷേ കാര്യം ചോദിച്ചിട്ട് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന കേരള ഘടകത്തിലോ ഒന്നും ഒട്ടും പ്രവർത്തിക്കുകയോ പരിചയം ഇല്ലാത്ത ഒരാൾ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നു. അതിന് തൊട്ടു പുറകെ സംസ്ഥാന ഘടകത്തിൻ്റെ അധ്യക്ഷനാവുന്നു. അതിനുശേഷം ഇതുവരെ പാർട്ടി നിയന്ത്രിച്ചുകൊണ്ടിരുന്ന നേതാക്കന്മാരുമായി ബന്ധമുള്ളവരോ നേതാക്കന്മാരോ മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെതായ ഒരു ടീമിനെ ഉണ്ടാക്കുന്നു. തൊട്ടുപുറകെ അമിത്ഷായുടെ സന്ദർശനം വരുന്നു. അമിത്ഷാ ഈ വാർഡ് തലത്തിലുള്ള നേതാക്കന്മാരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ മുമ്പ് നടന്നിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ തൃശ്ശൂർ ഒരു ലോക്സഭാ സീറ്റ് അവർക്കുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ബഷീർ സൂചിപ്പിച്ച പോലെ തന്നെ വോട്ടിംഗ് ശതമാനത്തിൽ പല മണ്ഡലങ്ങളിലും വലിയ കുതിപ്പ് അവർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കേരളത്തിലെ ശക്തമായ രണ്ട് മുന്നണികളെയും ആശയക്കുഴപ്പത്തിലാക്കാൻ പാകത്തിനുള്ള ഒരു പ്രസൻസായി BJP മാറിയിട്ടുണ്ട്. തീർച്ചയായും അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ CPMൻ്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയിലുണ്ടായ വ്യത്യാസമാണ്, മാറ്റമാണ്. അത് കൂടുതൽ ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടില്ല എന്ന് ബോധ്യം ഉണ്ടാവുകയും കൂടുതൽ ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകളെ കേന്ദ്രീകരിച്ച് നടത്തുകയും ചെയ്യുമ്പോൾ അവിടെ BJP സാന്നിധ്യം വളരെ പ്രസക്തമാണ്. എന്ത് നിലപാടായിരിക്കും BJP ഇലക്ഷനിൽ എടുക്കുക എന്നതനുസരിച്ചിരിക്കും CPMന് ലഭിക്കാവുന്ന വോട്ടുകൾ. അതുകൊണ്ട് തീർച്ചയായും ഒരു BJP എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് മുമ്പ് ഈ നമ്മുടെ തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ച് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് വലിയ ഘടകമല്ലായിരുന്നെങ്കിൽ ഇന്ന് അത് ഒരു ഘടകമായി തന്നെ ഇരിക്കുകയാണ്. കാരണം ഈ നമ്മുടെ ഈ പ്രയോറിറ്റീസ്, ഓരോ പാർട്ടികളുടെയും പ്രയോറിറ്റീസ് മാറിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും CPMൻ്റെ വോട്ട് പ്രതീക്ഷകളിലുണ്ടായ മാറ്റം അത് BJPയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ BJP എടുക്കുന്ന ഏത് തീരുമാനവും BJP ജയിക്കുകയോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷേ BJP എടുക്കുന്ന തീരുമാനങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു ഭരണ തുടർച്ച ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നിർണായകമായിരിക്കും. ബഷീർ, നമ്മൾ നേരത്തെ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുമ്പോൾ BJP ഫോക്കസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുമ്പോൾ മഞ്ചേശ്വരം ഒരു പൊട്ടൻഷ്യൽ സീറ്റായിട്ട് നമ്മൾ കാണാറുണ്ട്. ജയിക്കാറില്ല, പക്ഷെ കാണാറുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ BJPക്ക് വലിയ ക്ലെയിമുള്ള സീറ്റുകൾ ഒരു കാലത്ത് നമ്മൾ കാസർഗോഡ് ഒന്ന് നോക്കും, പാലക്കാട്ട് അത്രേ ഉള്ളൂ. ഓഫ് ലൈറ്റ് നമ്മളിപ്പോൾ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പായിട്ട് ഇപ്പോൾ നേമമോ വട്ടിയൂർക്കാവോ ഒക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു പോവാം. ഇപ്പോൾ അതിന് തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ചെങ്ങന്നൂർ ശ്രീധരൻപിള്ള ഇപ്പോൾ ഗവർണർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറിയിട്ടുണ്ട്. ചെങ്ങന്നൂർ ശ്രീധരൻപിള്ള മത്സരിച്ചപ്പോൾ സാമാന്യം ഭേദപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെച്ചു. അദ്ദേഹം വീണ്ടും അവിടെ മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് ഗവർണർ സ്ഥാനം ഒഴിവായെന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ചില മണ്ഡലങ്ങളിൽ മാത്രമായിട്ടാണ് നമ്മൾ ഈ BJPയുടെ ഒരു പ്രസൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് മാറി ഒരു പാൻ കേരള ബേസിസിൽ BJPയുടെ പ്രസൻസ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഘട്ടം എത്തിയെന്നാണോ? തീർച്ചയായും അങ്ങനെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ 20 വർഷം കൊണ്ട് ഒരു 5% നിന്ന് 16.8% വോട്ട് ഷെയർ മാറി എന്നത് കണക്കുകൊണ്ട് തന്നെ ആ പ്രസക്തി സൂചിപ്പിക്കുന്നുണ്ട്. അതിനെ ഇനി അവഗണിക്കാനും കഴിയില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കെടുത്താൽ 20 അസംബ്ലി സെഗ്മെൻറ്റുകളിൽ BJP 1-ാം സ്ഥാനത്തോ 2-ാം സ്ഥാനത്തോ ഉണ്ട്. 11 സ്ഥലത്ത് 1-ാം സ്ഥാനത്തുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിലും ആറ്റിങ്ങൽ മണ്ഡലത്തിലും തൃശ്ശൂർ മണ്ഡലത്തിലുമായി 11 അസംബ്ലി സെഗ്മെൻറ്റുകളിൽ BJP 1-ാം സ്ഥാനത്താണ്. ബാക്കി 9 സ്ഥലത്ത് 2-ാം സ്ഥാനത്തുണ്ട്. അതിൽ ഇപ്പോൾ കാസർഗോഡിനും മഞ്ചേശ്വരത്തിനൊക്കെ കൽപ്പിക്കപ്പെടുന്ന പ്രാധാന്യം കുറഞ്ഞു. മറ്റ് മണ്ഡലങ്ങളാണ് ഇപ്പോൾ 1-ാം സ്ഥാനത്ത് BJP പിടിക്കുമോ എന്ന് സംശയമുള്ള, അവർക്ക് പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളായി വരുന്നത് മറ്റ് മണ്ഡലങ്ങളാണ്. ഈ വ്യത്യാസം BJP അതല്ലെങ്കിൽ BJP സഖ്യം എന്ന ഒന്ന് ഒരു തൊട്ടടുത്തുള്ള ഒരു 20% വോട്ടിനടുത്തുള്ള അത്രയും വോട്ട് ഗാർണർ ചെയ്യാൻ കഴിയുന്ന ഒരു 3ാമത്തെ ശക്തിയായി കേരളത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നും അതിനെ പരിഗണിച്ചുകൊണ്ടല്ലാതെ ഇനി ഇലക്ട്രൽ സ്ട്രാറ്റജി മറ്റ് രണ്ട് മുന്നണികൾക്കും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന സാഹചര്യം വന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല ഈ ഒരു പ്രപ്പോസിഷനെ സാധൂകരിക്കുന്ന വിധത്തിലാണ് രണ്ട് മുന്നണികളുടെയും സ്ട്രാറ്റജിയും പോകുന്നത്. BJPക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിന് ആയുധമാക്കാവുന്ന കാര്യങ്ങളാണ് രണ്ട് മുന്നണികളുടെയും ഭാഗത്തു നിന്നും സംഭവിക്കുന്നത്. അത് നിലമ്പൂർ ഇലക്ഷൻ്റെ പ്രചാരണ ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടു. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയെ അസോസിയേറ്റ് മെമ്പറായി എടുക്കാവുന്ന അവസ്ഥയിലേക്ക് BJP വരുന്നു. ആ പ്രശ്നത്തെ UDF വരുന്നു. ആ പ്രശ്നത്തെ തന്നെ പ്രശ്നവൽക്കരിക്കാനും അതിനെ പ്രധാന അജണ്ടയാക്കി മാറ്റാനും
CPIM ശ്രമിക്കുന്നു. അൺഫോർച്ചുനേറ്റ്ലി രണ്ട് മുന്നണികളും BJP, അൺഫോർച്ചുനേറ്റ്ലി എന്ന വാക്കൊരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ പറയേണ്ടതുണ്ടോ എന്ന് എനിക്കറിയില്ല, ആക്സിഡൻ്റലി ആയിരിക്കാം, ഈ രണ്ട് മുന്നണികളും BJPയുടെ ക്യാമ്പയിൻ മെറ്റീരിയൽ സൃഷ്ടിക്കുന്നതിൽ അവരുടെ പങ്ക് ഓൾറെഡി നിർവഹിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് കഴിഞ്ഞ 67 വർഷത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായ, തീർത്തും 3 എന്ന് നമുക്ക് പറയാനാവില്ലെങ്കിലും ഒരു സബ്സ്റ്റാൻഷ്യലായ തേർഡ് ഫോഴ്സായി BJP രംഗത്ത് നിലനിൽക്കുന്ന ഒരു ഇലക്ഷനായിരിക്കും അത്. അവരുടെ വിന്നബിലിറ്റി, അസംബ്ലി സെഗ്മെൻറ്റ് തിരിച്ചെത്ര എന്നത് ലോക്സഭയുടെ കണക്ക് വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല. നേതൃത്വത്തിലുള്ള അവരുടെ ക്ഷാമം, അത് കാലങ്ങളായി കേരളത്തിലെ BJP അനുഭവിക്കുന്ന ഒരു ക്രൈസിസാണ്, നേതൃപരമായ ദാരിദ്ര്യം എന്നത്. അതിപ്പോൾ ഏറ്റവും അവസാനത്തെ അവരുടെ പുനഃസംഘടന എടുത്താൽ പോലും അവിടെയും കടുത്ത ദാരിദ്ര്യമാണ്, നമുക്ക് നേതാക്കളില്ലാത്ത ഒരവസ്ഥയാണ് BJPയെ അലട്ടുന്നത് എന്ന് നമുക്ക് ഏറ്റവും ഒടുവിലത്തെ ഇതിൽ പോലും മനസ്സിലാവും. ആ പ്രശ്നം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ കേരളത്തിൽ BJPയും BJP അനുബന്ധ മുന്നണിയും തീർച്ചയായും ഒരു മൂന്നാമത്തെ ഫോഴ്സായി നിൽക്കും എന്നതാണ്. ബാക്കി ഭരണം പിടിക്കുമോ, 35 സീറ്റ് കിട്ടും, അതൊക്കെ അത് ക്യാമ്പയിന് മുന്നേ ഉള്ള ഒരു അവകാശവാദമായി തന്നെ ഇത്തവണയും നിലനിൽക്കുമായിരിക്കും. പക്ഷേ നേരത്തെയുള്ള തെരഞ്ഞെടുപ്പുകളിലേതുപോലെ ഇഗ്നർ ചെയ്യാവുന്ന, അവഗണിക്കാവുന്ന, തട്ടിമാറ്റാവുന്ന ഒരു സംഗതിയല്ല BJPയും അനുബന്ധ മുന്നണിയും ആ മുന്നണിക്കാകെയുള്ള വോട്ട് ഷെയറും എന്നാണ്. കളമൊരുക്കുന്നതാകട്ടെ മറ്റ് രണ്ട് മുന്നണികളും അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട്. കളമൊരുക്കുന്നു എന്ന് പറയുന്നത് ഇവർക്ക് അജണ്ട കിട്ടാൻ പാകത്തിലുള്ള വിഷയങ്ങൾ കയറി പിടിക്കുകയോ അതിൽ ഇൻവോൾവ് ചെയ്യുകയോ ആണ് രണ്ട് മുന്നണികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതവിടെ ഉണ്ടായിരിക്കെ തന്നെ ഈ റിയൽ പൊളിറ്റിക് എന്ന് നമുക്ക് വേണേൽ പറയാം, യഥാർത്ഥ രാഷ്ട്രീയത്തിലെ ചലനം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ BJPയുടെ മുന്നേറ്റം, അതുണ്ടാക്കിയിരിക്കുന്ന വോട്ട് ഇറോഷൻസ് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ്, ഇത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നുണ്ടോ LDFും UDFും അതിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടികളും? അതിൽ LDFിൻ്റെ ഭാഗത്തു നിന്ന് ഇതല്ലാതെ വേറെ വഴിയില്ല എന്നൊരു നിസ്സഹായാവസ്ഥയുണ്ട്. കാരണം രണ്ടാം തവണ ഭരണത്തിൽ തുടരുകയാണ്, 9 വർഷം പിന്നിടുന്നു ഭരണം. സ്വാഭാവികമായും ഈ ഭരണവിരുദ്ധ വികാരം എന്നത് പ്രതലത്തിലേക്ക് വരാതിരിക്കുക, അതിനെ തടയുക എന്നത് ഏത് മുന്നണിയുടെയും ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാകും. അതുകൊണ്ട് ഭരണത്തിൻ്റെ വിലയിരുത്തൽ എന്ന കാര്യത്തിൽ നിന്ന് മാറി ഭരണം എത്രമാത്രം വികസനോന്മുഖമാണെങ്കിലും ആ ഭരണത്തെ ഒരു 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 മാനദണ്ഡമായി മുന്നോട്ട് വെക്കാതെയാണ് സാധാരണ ഭരണമുന്നണികൾ ഇലക്ഷൻ നേരിടുക. സ്വാഭാവികമായും അവർ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റാനായിരിക്കും മറ്റ് വിഷയങ്ങളെ തേടിപ്പോകുന്നത്. പ്രതിപക്ഷത്തിന് ആ ബുദ്ധിമുട്ടില്ല. പക്ഷേ പ്രതിപക്ഷവും യഥാർത്ഥത്തിൽ BJPക്ക് ഒരു പ്രശ്നവൽക്കരിക്കാവുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് മുന്നോട്ട് കൊണ്ട് വയ്ക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു LDF അതിൻ്റെ നിസ്സഹായാവസ്ഥ കൊണ്ടും UDF അതിൻ്റെ സ്ട്രാറ്റജിക്കലായ പാളിച്ച കൊണ്ടും BJPയുടെ ഒരു കടന്നുവരവിനെയോ അല്ലെങ്കിൽ അതിൻ്റെ ശക്തിപ്പെടലിനെയോ സഹായിക്കുന്ന തരത്തിലുള്ള UDFിൻ്റെ സ്ട്രാറ്റജിക്കൽ ഇതൊന്നും നമുക്ക് പറയാൻ പറ്റുമോ? കാരണം വെച്ചാൽ UDF അവരുടെ മുൻകാലത്തുള്ള യഥാർത്ഥ വോട്ട് ബേസിലേക്ക് തിരിച്ചു പോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് കണ്ടുകൂടെ? മുസ്ലിം മൈനോറിറ്റിയും ക്രിസ്ത്യൻ മൈനോറിറ്റിയും ഹിന്ദു എന്താ പറയുക അപ്പർ കാസ്റ്റും, അതാണ് UDFിൻ്റെ ഒരു വോട്ട് ബേസ് ആയിട്ട് നമുക്ക്, അല്ലെങ്കിൽ അവരെ ഒരു വിന്നിങ് കോമ്പിനേഷനായിട്ട് പലപ്പോഴും UDFിന് ഉണ്ടായിരുന്നത്. അതിലേക്ക് അവർ തിരിച്ചു പോകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞുകൂടെ? അങ്ങനെ അവരുടെ ഇൻറ്റേർണലി നോക്കുമ്പോൾ അതങ്ങനെ ആയിരിക്കാം. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പൊതുപ്രതലത്തിൽ നിന്ന് പുറകെ മീൻസ് അതിനെ നമ്മൾ അപ്രണ്ടായി കാണുമ്പോൾ ഉയർന്നു വരാനിടയുള്ള വിഷയങ്ങളുടെ ഒരു ഗ്രാവിറ്റി വെച്ച് നോക്കുമ്പോൾ UDF പ്രത്യേകിച്ച് മുസ്ലിം വോട്ട് ബാങ്കുമായി ബന്ധപ്പെട്ട് UDF എടുക്കുന്ന തീരുമാനങ്ങൾ, ഞാനതിൽ സ്പെസിഫിക്കായി പറയുന്നത് ഒരു പ്രൊപ്പോർഷനിൽ അപ്പുറത്തേക്കുള്ള പ്രാധാന്യം കൽപ്പിക്കേണ്ടതില്ല എങ്കിൽ കൂടി വെൽഫെയർ പാർട്ടിയുമായി ഒരു നീക്കുപോക്കിനെ നിരാകരിക്കാത്ത നിലപാട് UDFിനെ വലിയ തോതിൽ, പ്രത്യേകിച്ചും അതിൻ്റെ മുസ്ലിം വോട്ട് ബാങ്കിനെ, മുസ്ലിം ലീഗിനെ വലിയ തോതിൽ അത് ബാധിക്കും. മുസ്ലിം ലീഗിൻ്റെ ഇലക്ഷനെ ബാധിക്കുന്ന എന്തും UDFിൻ്റെ ഒരു ഡിസിൻറ്റഗ്രേഷന് പോലും കാരണമായി തീരാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വലിയ തോതിലുള്ള പ്രചാരണം ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയുമായി കേന്ദ്രീകരിച്ച് രണ്ട് മുന്നണികളും BJPയും LDFും UDFിനെതിരെ അഴിച്ചുവിടാൻ സാധ്യതയുണ്ട് എന്ന് വേണം ഇതുവരെയുള്ളതിൽ നിന്ന് മനസ്സിലാക്കാൻ. അത് വെച്ച് നോക്കുമ്പോൾ വികസനമല്ല, അല്ലെങ്കിൽ സർക്കാരിൻ്റെ വീഴ്ചകളുമല്ല,
പ്രശ്നമായി വരാൻ പോകുന്നത് സാമുദായികമായ ധ്രുവീകരണത്തിന് കാരണമാകാവുന്ന വിഷയങ്ങളാണ് തെരഞ്ഞെടുപ്പിന് അടുത്തേക്ക് എത്തുമ്പോൾ അതിൻ്റെ വിഷയങ്ങളായി പ്രബലമായ വിഷയങ്ങളായി വരുന്നത് എന്ന തോന്നൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് ഈ രണ്ടുപേരും യഥാർത്ഥത്തിൽ BJPക്ക് വടി കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്ന്. ഈ UDFിൻ്റെ കാര്യത്തിലേക്ക് വന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുണ്ടായ സാമാന്യം വലിയ വിജയം തന്നെയാണ്. കാരണം ഇപ്പോൾ 10,000 വോട്ടിലധികം ഭൂരിപക്ഷം കിട്ടുക, പ്രത്യേകിച്ച് അൻവർ അപ്പുറത്ത് എഗൻസ്റ്റായിട്ട് മത്സരിക്കുമ്പോൾ അതുണ്ടാക്കിയ ഒരു എനർജി UDF സത്യത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ടോ? ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പ് അവർ മുന്നിൽ കാണുന്നുണ്ട്. കാരണം നമ്മൾ ഇൻറ്റേർണലി നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഈ സീറ്റ് വൈസ് വരെ കാൻഡിഡേറ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ കോൺഗ്രസിൽ നടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുക, നേരത്തെ കുറച്ചൊന്ന് ബാക്ക് ഫുട്ടിൽ നിന്നിരുന്ന ആളുകൾ ഫ്രണ്ട് റോയിലേക്ക് വരുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ നിലമ്പൂർ വിജയത്തിൽ നിന്നുകൊണ്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു മൂവ്മെൻറ്റ് UDFിൽ ഉണ്ടാകുന്നുണ്ടോ? UDF എന്ന് പറയുമ്പോൾ പ്രധാനമായും കോൺഗ്രസ് എല്ലാ കാലത്തും ഇങ്ങനെയായിരുന്നു. നമുക്ക് കോൺഗ്രസ് ജയിക്കുന്നത് കോൺഗ്രസിൻ്റെ സംഘടനാ മികവ് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ക്യാമ്പയിനിങ് കൊണ്ടോ ഒന്നുമല്ല. ജനങ്ങൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു, അങ്ങനെ വോട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കറിയാം പലപ്പോഴും അവസാന നിമിഷം സ്ഥാനാർത്ഥികളെ മാറ്റുന്നുണ്ട്, കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്, നേതാക്കൾ തമ്മിലുള്ള ഗ്രൂപ്പ് വൈരങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ അത്ഭുതകരമായി കോൺഗ്രസ് ജയിച്ചു വരുന്ന കാഴ്ചയെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ DNA എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ PJ കുര്യൻ പറയുന്ന സംഭവങ്ങൾ അതെന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്താണ് അതിൻ്റെ ഉദ്ദേശമെന്ന് മനസ്സിലായിട്ടില്ല. VD സതീശൻ, ഇപ്പം ചെന്നിത്തല വളരെ അഗ്രസീവായിട്ട് പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് PM കുസും അതിൻ്റെ അഴിമതി ആരോപണം ആ പത്രസമ്മേളനം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കേരളത്തിൽ നിന്ന് പുറത്ത് നിന്ന് ഒരാൾ പെട്ടെന്ന് വരികയാണെങ്കിൽ അദ്ദേഹമാണ് പ്രതിപക്ഷ നേതാവ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാത്രമല്ല, അദ്ദേഹം അഴിമതി ആരോപണം ഉന്നയിച്ചതിൻ്റെ തൊട്ട് പുറകെ പാലക്കാട് വൈദ്യുതി മന്ത്രിയുടെ വീട്ടിലേക്ക് കോൺഗ്രസ്സുകാരുടെ മാർച്ച് നടക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഒരു കോർഡിനേഷൻ അവിടെ ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. അതെ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നടക്കും. അത് കോൺഗ്രസ് അങ്ങനെയാണ്. അതിൻ്റെ കോൺഗ്രസ് എത്ര സെമി കേഡർ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാലും കോൺഗ്രസ് ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സ്ട്രാറ്റജി ഉണ്ടോ? അങ്ങനെ ഏതെങ്കിലും തിരഞ്ഞെടുപ്പിൽ ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യണം എന്ന് തീരുമാനിച്ചുകൊണ്ട് അച്ചടക്കത്തോടുകൂടി വർക്ക് ചെയ്തിട്ട് കോൺഗ്രസ് വിജയിച്ച തിരഞ്ഞെടുപ്പുകളുണ്ടോ എന്ന് എനിക്കറിയില്ല. അതേ ചിലപ്പോൾ ചില വിദഗ്ധന്മാരുടെ ഒക്കെ സഹായം തേടാറുണ്ട്. അതൊക്കെ സഹായം ഉണ്ടാവും കോൺഗ്രസ് പറയുന്നത്. അപ്പോൾ അറിയില്ല. അവർ ഒരു ഇൻഫോർമൽ സർവേ നടത്തിയിട്ടുണ്ടെന്ന് കേട്ടു സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ. മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിലാണെങ്കിൽ 33 സീറ്റ് മുസ്ലിം ലീഗ് മത്സരിക്കും എന്ന് പറഞ്ഞൊരു ലിസ്റ്റ്, അത് ആരാണ് തയ്യാറാക്കിയെന്നറിയില്ല. അതിൽ ജയന്തി രാജനൊക്കെ സ്ഥാനാർത്ഥികളായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ 33 സീറ്റ് ലീഗ് മത്സരിക്കും, ലീഗ് സീറ്റുകൾ അധികം ചോദിക്കണം. ആ പ്രശ്നം എന്തായാലും വരും. UDFിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രശ്നം ഇതാണ്, സീറ്റ് മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് ചോദിക്കുന്നു. അപ്പോൾ ഈ പ്രാവശ്യം തരാൻ പറ്റില്ല, അതുകൊണ്ട് രാജ്യസഭ അപ്പോൾ ഈ ഡ്രാമയൊക്കെ ഉണ്ടാവും. എന്നാൽ UDFിൻ്റെ വിജയത്തെ തീരുമാനിക്കുന്നത് ഈ ഘടകങ്ങളൊന്നുമല്ല. അതിൻ്റെ സംഘടനാ സംവിധാനമോ അതിൻ്റെ കെട്ടുറപ്പോ നേതാക്കളിലോ ഒന്നുമല്ല. അതേയല്ല മറ്റ് ഡിഫോൾട്ട് എന്ന് പറയാറുണ്ടല്ലോ, അപ്പോൾ ബൈ ഡിഫോൾട്ടാണ് അത് സംഭവിക്കാറ്. ആ സംഭവം വളരെ ശക്തമായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഈ ഭരണവിരുദ്ധ വികാരം അപ്പോൾ ആ സർവേയിൽ തന്നെ, അത് സർവേ എത്രത്തോളം വിശ്വാസ്യത ഉണ്ട് നമുക്ക് വേറൊരു കാര്യമാണ്. ആ സർവേയിൽ പറയുന്നത് നല്ലൊരു ശതമാനം ആളുകളും ആൻറ്റി ഇൻകംബൻസി ഉണ്ട് എന്നുള്ള. ആ ആൻറ്റി ഇൻകംബൻസി വേവ് അതാണല്ലോ ഒരു വേവായിട്ട് രൂപാന്തരപ്പെടുന്നത്. ആ വേവിൽ ഇങ്ങനെ കോൺഗ്രസ് ഇങ്ങനെ കയറിപ്പോകും. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ മുൻകാലത്ത് അത് ശരിയായിരുന്നു. ഇപ്പോൾ ഒരു ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ 2001 കാലഘട്ടമായിരുന്നു. 2001 100 സീറ്റിൽ 99 സീറ്റും MA വാഹിദും അല്ലേ, 100 സീറ്റിൽ UDF അധികാരത്തിൽ വരുമ്പോൾ അതിന് തൊട്ടുള്ള 5 വർഷം കോൺഗ്രസോ UDFോ പ്രതിപക്ഷം എന്നുള്ള എനിക്ക് വലിയ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തതായിട്ട് നമ്മുടെ കൺമുമ്പിലില്ല. പക്ഷേ ഈ പറയുന്ന വിധത്തിൽ ഒരു വേവ് ഉണ്ടാവുകയും ആ വേവിൽ 100 സീറ്റിലേക്ക് UDF അധികാരത്തിലെത്തുകയും ചെയ്തിരുന്നു. അന്നത് സംഭവിക്കുമായിരുന്നു. ഇപ്പോൾ അത് മാത്രം മതിയോ? ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പാകത്തിൽ ഈ പറയുന്ന സംഘടനാപരമായ പ്രവർത്തനം
ചില മൈക്രോ ലെവൽ ആൻഡ് മാക്രോ ലെവൽ ഓപ്പറേഷൻസ് ഇതൊക്കെ ആവശ്യമായിട്ട് വരില്ല. പുതിയ കാലത്താണല്ലോ നമ്മൾ ഇലക്ഷന് നേരിടുന്നത്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ കണ്ടുവരുന്ന അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ അമിത്ഷായുടെയൊക്കെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അത്തരം സംഗതികളൊക്കെ വേണമെങ്കിൽ എഞ്ചിനീയറിംഗ് അത്തരം സംഗതികൾ, സോഷ്യൽ എഞ്ചിനീയറിംഗ് പോലുള്ള സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ പാകത്തിൽ ഉള്ളൊരു അന്തരീക്ഷം കേരളത്തിലും സംജാതമാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പുറത്ത് മാത്രം അങ്ങനെ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് വരുമോ? അതെ, ഞാൻ എപ്പോഴും പറയുന്നത് സ്വാഭാവികമായി ഒന്നും സംഭവിക്കാറില്ല എന്നുള്ളതാണ്. ഇതിവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇത് തിരഞ്ഞെടുപ്പ് എന്ന പ്രക്രിയ നടക്കുന്നുണ്ട്. ജനങ്ങൾക്ക് എന്തായാലും വോട്ട് ചെയ്യണം. ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ അവരെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഇന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് വോട്ടിങ്ങിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രചരണങ്ങളായിട്ട് വരാം. അപ്പോൾ അങ്ങനെയുള്ള പ്രചരണങ്ങൾ കോൺഗ്രസ് നടത്തിയിട്ടില്ലെങ്കിലും ഇപ്പോൾ ഓൾറെഡി നടക്കുന്ന പ്രചരണങ്ങൾ തന്നെ വോട്ടായി മാറാനുള്ള ഒരു ഇമോഷണൽ ഒരു പുള്ള് പറയുന്നുണ്ടല്ലോ. നമ്മൾ വോട്ടിംഗ് ബൂത്തിൽ പോയി കഴിഞ്ഞ് അത് പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്തൊക്കെയാണ്, അത് ഓൾറെഡി അത് ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിനൊരു അവസാന പുഷ് കൊടുക്കുകയാണ് വേണ്ടത്. അത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ചെയ്യും എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഉത്തരേന്ത്യയിൽ നടക്കുന്ന എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് പ്യൂർലി കമ്മ്യൂണൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ വികസനത്തിൻ്റെ പേരിൽ ആരും വോട്ട് ചെയ്യുക ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നുണ്ടെന്ന് കരുതുന്നില്ല. മറിച്ച് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ആവേശം അല്ലെങ്കിൽ ഒരു ഇമോഷൻ ജനങ്ങൾക്കിടയിൽ വോട്ടർമാരിൽ ഉണ്ടാക്കുകയും ആ ഇമോഷൻ വോട്ടായി ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ കേരളത്തിൽ ഈ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ തന്നെ ഒരു വോട്ടായിട്ട് ആരും പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും അത് തന്നെ ഒരു ഘനീഭവിച്ചിട്ട് ഒരു വോട്ടായി മാറും. അതാണ് നമ്മൾ വാസ്തവത്തിൽ നിലമ്പൂരിൽ കണ്ടത്. അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാവും. മറ്റ് ഘടകങ്ങൾ നേരത്തെ പറഞ്ഞ ഘടകങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബി ജെ പി എന്താവും, ബി ജെ പി നേരത്തെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം ഇത് രണ്ടിനെയും സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു രീതിയിൽ വരുന്നുണ്ട്. ഇതൊക്കെ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഒരു മാസം മുമ്പ് നടക്കുന്ന പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഉണ്ടല്ലോ, പല ഘടകങ്ങൾ ഇൻ്റർവീനിങ് വേരിയബിൾസ് എന്നൊക്കെ പറയുന്ന പല ഘടകങ്ങൾ ഉണ്ടാവുകയും, പക്ഷേ ഏറ്റവും ഡോമിനൻ്റ് ആയിട്ടുള്ള ഘടകമായി നിൽക്കാൻ പോകുന്നത് ഈ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ തന്നെയായിരിക്കും, ഭരണവിരുദ്ധ വികാരം തന്നെയായിരിക്കും. ആൻറ്റി ഇൻകംബൻസി എന്ന് പറഞ്ഞപ്പോൾ നിലമ്പൂർ അതുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. നിലമ്പൂർ അതുണ്ടായിരുന്നു, അതിൻ്റെ ഫലം അവിടെ കൊണ്ടു. ഇത് കോൺഗ്രസ് ലീഡർഷിപ്പ് കൃത്യമായി മനസ്സിലാക്കുന്നതുകൊണ്ടാണോ ഇപ്പോൾ പി ജെ കുര്യൻ്റെ പ്രസ്താവനകൾ വരുന്നത്? അതുപോലെ രമേശ് ചെന്നിത്തല കുറച്ച് സമയത്തിന് ശേഷം വളരെ ആക്റ്റീവായി ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ മോഡിലേക്ക് ഞാനുണ്ട് എന്നുള്ള ഫീൽ അദ്ദേഹം കൊടുക്കാൻ ശ്രമിക്കുന്നത്, അദ്ദേഹം ഏതാണ്ട് കേരളത്തിലെ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും യാത്ര നടത്താൻ ശ്രമിക്കുന്നത്, ഇതൊക്കെ അതായത് ഈ ഫീൽ കോൺഗ്രസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയും കോൺഗ്രസ് അതിൻ്റെ പതിവ് രീതിയിൽ ആ എനർജി ഏറ്റെടുക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രതിഫലനമാണോ നമ്മൾ ഈ കാണുന്നത്? തീർച്ചയായും. ഇപ്പം അതിപ്പോൾ കോൺഗ്രസിൽ ഇപ്പോൾ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം ഞാനത് കുറ്റമായിട്ടല്ല പറഞ്ഞത്. അത് കോൺഗ്രസ് നേതൃത്വം അങ്ങനെയാണ് അത് വർക്ക് ചെയ്തത്. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നേരത്തെ ഈ പറയുന്ന പോലെ മുസ്ലിം ലീഗിന് സീറ്റ് കൂടുകയും കോൺഗ്രസിൻ്റെ സീറ്റ് കുറഞ്ഞു പോവുകയും ചെയ്യുന്ന സാധ്യത വളരെ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. അതാണ് ഒരുപക്ഷെ CPM പ്രതീക്ഷിക്കുന്നത്. CPMൻ്റെ ഈ ജമാഅത്തെ ഇസ്ലാമിയോടുള്ള CPMൻ്റെ എതിർപ്പ് ഞാൻ പറയാറുണ്ട്, ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് അത് യാതൊരു രീതിയിലുള്ള ഐഡിയോളജിക്കലായിട്ടുള്ള എതിർപ്പോ അല്ലെങ്കിൽ അവരുടെ മതരാഷ്ട്രത്തോടുള്ള എതിർപ്പോ അങ്ങനെയൊന്നുമല്ല, മറിച്ച് അതൊരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജി വിജയിക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിന് കുറച്ച് പ്രശ്നം ഉണ്ടാവും. അത് ഈ ഭരണവിരുദ്ധ വികാരം മറക്കാനുള്ള ഏറ്റവും നല്ല വഴി ബഷീർ പറഞ്ഞതുപോലെ ഈ ഒരു സാധനമാണല്ലോ. ഇത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇത് ജമാഅത്തെ ഇസ്ലാമിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ രീതിയിലൊരു ക്യാമ്പയിനിങ് തുടരുകയാണെങ്കിൽ അതുണ്ടാക്കാവുന്ന അത് സൗത്ത് കേരളയിലും നോർത്ത് കേരളയിലും രണ്ട് രീതിയിൽ ഇമ്പാക്റ്റാണ് ഉണ്ടാവുക. ഇവിടെ ചിലപ്പോൾ ലീഗിന് സീറ്റ് കൂടുകയും മൊത്തത്തിൽ കോൺഗ്രസിന് സീറ്റ് കുറയുകയും ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഡിസാസ്റ്ററായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് എനിക്ക് തോന്നുന്നത് ഭരണവിരുദ്ധകാരം തന്നെയാണ്. ഇവിടെ പ്രശാന്ത് സൂചിപ്പിക്കുന്ന പോലെ നേരത്തെയൊക്കെ നമ്മൾ കണ്ടതുപോലെ ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ടാകുന്നു, അത് താഴെത്തട്ടിൽ ഒരുപക്ഷെ നമ്മൾ ആരും അറിയാത്ത വിധത്തിൽ അത് രൂപം കൊള്ളുകയും ഇലക്ഷനിൽ അത് സ്വാഭാവികമായി പ്രതിഫലിക്കുകയും അത് കോൺഗ്രസിനെയും UDFനെയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം.
ആ ഒരു സെനാരിയോയിൽ നിന്ന് രാഷ്ട്രീയം മാറിയിട്ടില്ലേ കേരളത്തിൽ? ഞാൻ ഈ ഒരു കാഴ്ചപ്പാടിനെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഈ അടുത്ത്. അതിനുള്ള കാരണം കഴിഞ്ഞ 20 വർഷമായി കേരളത്തിലെ വോട്ടർമാരുടെ വോട്ട് ചെയ്യാനുള്ള അവരുടെ മാനദണ്ഡം ഇങ്ങനെ നാഷണൽ ലെവലിലേക്ക് ഒരു മാനദണ്ഡവും സ്റ്റേറ്റിലേക്ക് മറ്റൊരു മാനദണ്ഡവും എന്നൊരു പാറ്റേൺ ഉണ്ട്. 20 വർഷത്തിനിടയിൽ 2004 കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും LDFന് സീറ്റുകളുടെ എണ്ണം കൂടിയിട്ടില്ല, വലിയ തോതിൽ കൂടിയിട്ടില്ല. 4 സീറ്റോ മറ്റാണ് ഏറ്റവും മാക്സിമം കിട്ടിയിരിക്കുന്നത്. പരമാവധി 6 4 കിട്ടിയിട്ടില്ല, അതിനപ്പുറത്തേക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ 2001 ഉമ്മൻചാണ്ടി സർക്കാർ കഴിഞ്ഞ് 2006 VS വന്നതിന് ശേഷം കഴിഞ്ഞ 20 വർഷമായി 2 പതിറ്റാണ്ടായി യഥാർത്ഥത്തിൽ നിയമസഭയിലേക്ക് ഡിസൈസീവായ ഒരു വിക്ടറി UDFന് ഉണ്ടായിട്ടില്ല. 2011 2 സീറ്റിൻ്റെ വിജയമുണ്ടായി എന്നത് ശരിയാണ്. 2011 72-68 വന്നു. അതിൽ ആ മണലൂരും അതുപോലെ പിറവം പോലെയുള്ള വളരെ തിൻ ഇതിൽ പോയ 2 സീറ്റുകൾ 1000 വോട്ട് മറിഞ്ഞിരുന്നെങ്കിൽ ഭരണം മറിച്ചായനെ. ആൻറ്റി ഇൻകംബൻസി എന്നത് ആ കാലത്ത് ഉണ്ടായിട്ടേ ഇല്ല യഥാർത്ഥത്തിൽ. അതുപോലെ വോട്ട് ഷെയറിൽ 1% വ്യത്യാസമാണ്, 44-45 അങ്ങനെ ഒരു ശതമാനത്തിൽ താഴെയുള്ള ഡിഫറൻസ് മാത്രമാണ് 2011 ഉണ്ടായത്. അത് വെച്ച് നോക്കുമ്പോൾ 2001 ഉമ്മൻചാണ്ടി വിജയിച്ചതിന് ശേഷം ഡിസൈസീവായ ഒരു വിജയം UDFന് ഇതുവരെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല 2011 യഥാർത്ഥത്തിൽ CPIM തന്നെ ആഗ്രഹിച്ച ഒരു പരാജയമായിരുന്നു. അതല്ലാതെ CPIMൻ്റെ മെഷീനറി മുഴുവൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടതല്ല. അതിനിടയിൽ സംഭവിച്ച ഒരു കാര്യം 2008 ഈ മണ്ഡല പുനർനിർണയത്തിന് ശേഷമുള്ള സിനാരിയോ നമ്മൾ യഥാർത്ഥത്തിൽ കണക്കിലെടുക്കുന്നില്ല എന്നതാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഒരു വളരെ വലിയ തരത്തിലുള്ളൊരു ആൻറ്റി ഇൻകംബൻസി, ഒരു ഭരണവിരുദ്ധ വികാരം എന്നത് യഥാർത്ഥത്തിൽ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ പോലുമില്ല. എന്താണ് ഈ സർക്കാരിനെതിരെ ആ തരത്തിൽ നമുക്ക് നേരത്തെയുള്ള സർക്കാരുകൾക്കെതിരെ ഉണ്ടായിരുന്ന ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ, അതായത് നിലനിൽക്കുന്ന അഴിമതി ആരോപണങ്ങൾ, തെളിയിക്കപ്പെടുന്ന അഴിമതി ആരോപണങ്ങൾ, അല്ലെങ്കിൽ ധാർമ്മികമായി ഉന്നയിക്കാവുന്ന വലിയ പ്രശ്നങ്ങൾ, അഴിമതിയുടെ ഒരു ഡീസെൻട്രലൈസേഷൻ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ചെറിയ ചെറിയ അഴിമതികൾ നടക്കുന്നുണ്ട്. ആ സിസ്റ്റം പൊതുവായി ഡീക്കേഡ് ആയിട്ടുണ്ട്. എന്നാൽ ഒരു നേതാവിനെ മുൻനിർത്തി അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തെ മുൻനിർത്തി ഉന്നയിക്കാവുന്ന വലിയ അഴിമതി ആരോപണങ്ങൾ അല്ലെങ്കിൽ വലിയ ഭരണ പരാജയങ്ങൾ സംഭവിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ ഇപ്പോഴും പറയാം. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം എന്നത് നേരത്തെ സംഭവിച്ച അത്രയും വലിയ തോതിൽ ഈ സർക്കാരിനെ ബാധിക്കാൻ ഇടയില്ല എന്നാണ് ഇപ്പോഴും എൻ്റെ കണക്കുകൂട്ടൽ. അതോടൊപ്പം ഈ മണ്ഡല പുനർനിർണയത്തിന് ശേഷമുള്ള രാഷ്ട്രീയ അവസ്ഥ, അതോടൊപ്പം തന്നെ നിയമസഭയിലേക്ക് ഒരു പാറ്റേണും ലോക്സഭയിലേക്ക് BJPക്കെതിരായ മറ്റൊരു പാറ്റേണും പുലർത്തുന്ന ന്യൂനപക്ഷ വോട്ട് ബാങ്കിൻ്റെ അതിൻ്റെ ഒരു പ്രവർത്തനം, ഇതെല്ലാം കൂടി വെച്ച് തീർത്തും ഭരണവിരുദ്ധമായൊരു ജനവിധി ഉണ്ടാകും എന്ന അവസ്ഥയിൽ ഇപ്പോഴും എത്തിയിട്ടുണ്ട് എന്ന് കണക്കാക്കാൻ കഴിയില്ല. അതേസമയം മറ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായും ഈ ബൈപ്പോളർ അവസ്ഥയിൽ നിന്ന് ഒരു 3 കോണിൽ അതല്ലെങ്കിൽ BJP കൂടി പ്രാധാന്യമുള്ള ഒരവസ്ഥയിലേക്ക് രാഷ്ട്രീയ അന്തരീക്ഷം മാറിയിരിക്കുന്നു. അത് സ്വാഭാവികമായും ഇലക്ട്രൽ നമ്പേഴ്സിൽ വലിയ ഷിഫ്റ്റ് ഉണ്ടാക്കിക്കളയും. അതാണ് പ്രധാനമായും ഒരു ഘടകമായി വരാൻ പോകുന്നത്, അതല്ലാതെ ഭരണവിരുദ്ധ വികാരമല്ല എന്നാണ് എൻ്റെ തോന്നൽ. ഞാൻ ഒന്നുകൂടെ ഇപ്പോൾ UDFൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചലനങ്ങളുണ്ടല്ലോ, അതിപ്പോൾ ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ ഞാനതിന് പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം കോൺഗ്രസ്സിലൊരു പ്രതീക്ഷ ഉണ്ടാകുന്നു, അടുത്തൊരു ചേഞ്ച് ഓഫ് ഗാർഡാണ് എന്നുള്ള തോന്നൽ അവർക്കുണ്ടാകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പല ആക്ടിവിറ്റീസ് അതിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നു. ഇതുകൊണ്ട് മാത്രം ഭരണത്തിൽ തിരിച്ചു വരാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം അല്ല കേരളത്തിലുള്ളത്. നിലമ്പൂർ വെച്ചുകൊണ്ട് അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ട് എന്ന് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് തെറ്റായിരിക്കും. തീർച്ചയായും തെറ്റായിരിക്കും. മാത്രമല്ല അതേസമയം കോൺഗ്രസിൻ്റെ കാര്യത്തിൽ CPIMനകത്ത് വോട്ടുണ്ടാക്കുന്ന ഘടകങ്ങളല്ല കോൺഗ്രസിനകത്ത് വോട്ടുണ്ടാക്കുക. കോൺഗ്രസിനകത്ത് ഇതെല്ലാം നേരത്തെ പ്രശാന്ത് പറഞ്ഞ പോലെ പോസിറ്റീവായി പരിണമിക്കാനും സാധ്യതയുണ്ട്. നേതാക്കന്മാർ തമ്മിലുള്ള അടി അവരവരുടെ അവരുടെ അനുയായികളെ എനർജൈസ് ചെയ്യും. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ അനുയായികളും VD സതീശൻ്റെ അനുയായികളും ശശി തരൂരിന് അനുയായികളുണ്ടെങ്കിൽ എല്ലാവരും എനർജൈസ്ഡ് ആവുന്ന ഒരു അന്തരീക്ഷം ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് വരെ കൊണ്ടുപോവുക എന്നതാണ് കോൺഗ്രസിൻ്റെ ഒരു രീതി.
അത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കൂടി ഭാഗമാണ്. എല്ലാവരും ഒരേ സമയം ശ്രമിക്കുക, അതിലൊരാൾ അതിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ വിൻ ചെയ്തു പോകും. ചിലപ്പോൾ കോംപ്രമൈസ്ഡ് ആവും, ഏതെങ്കിലും നേരത്തെ തന്നെ തീരുമാനങ്ങൾ ഉണ്ടാവും, വിജയിച്ച് വന്നാൽ ഇന്ന പോർട്ട്ഫോളിയോ എന്ന തീരുമാനം ഉണ്ടാകും. അതിൽ സന്തുഷ്ടരായി അവർ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയും വിജയിക്കുകയും ചെയ്യും. യു ഡി എഫിനെ വിജയിപ്പിക്കുന്നത് സാധാരണഗതിയിൽ അവരുടെ സംഘടനാ സ്റ്റെബിലിറ്റി ഒന്നുമല്ല, മറിച്ച് അടിത്തട്ടിൽ യു ഡി എഫിന് വേണ്ടി എയർമാർക്ക് ചെയ്യപ്പെട്ട ഒരു നിശ്ചിത വോട്ട് ബാങ്ക് എല്ലാ കാലത്തും ഇവിടെ ഉണ്ട്. ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു വാർഡിൽ നമ്മളൊരു CPIM സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, ഒരു UDF സ്ഥാനാർത്ഥിയെ അറിയപ്പെടാത്ത ഒരാളെ നിർത്തിയാലും ആ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട കുറച്ച് വോട്ട് കേരളത്തിൽ പരമ്പരാഗതമായി എല്ലാ വാർഡിലുമുണ്ട്. ആ വോട്ട് ഒരു സ്ട്രെങ്തൻ ചെയ്യുമ്പോഴാണ് അവർ UDF കയറിപ്പോകുന്നത്. അല്ലാതെ അവരുടെ സംഘടനാ രൂപം കൊണ്ടോ അവരുടെ സമരം കൊണ്ടോ ഒന്നുമല്ല UDF അധികാരത്തിലേക്ക് വരുന്നത്. UDFിൽ പ്രധാനമായും എനർജൈസ് ചെയ്യുന്ന ഫാക്ടറാണ് ഈ നേതാക്കന്മാർ തമ്മിലുള്ള പിടിവലികൾ. അത് വളരെ സ്ട്രോങ് ആയി നടക്കുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോഴും കണക്കാക്കുന്നത് VD സതീശൻ്റെ തന്നെ ആ മത്സരത്തിൽ VD സതീശൻ്റെ വിന്നബിലിറ്റി തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്നാണ്. മറ്റൊന്നും UDFിനെ വേറെ ഈ കടിപിടികളോ ഇൻറ്റേർണലായ പ്രശ്നങ്ങളോ ഒന്നും UDFിൻ്റെ ഒരു സാധ്യതയെ ഇല്ലാതാക്കുമെന്ന് പറയാൻ കഴിയില്ല. ഈ മുന്നണി മാറ്റത്തിൻ്റെ സാധ്യതകൾ ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് കേരള കോൺഗ്രസ് ആണ് ഒരു വലിയ ഹോട്ട് തിങ്ങായിട്ട് നിൽക്കുന്നത്. UDFിലേക്ക് പോകുമോ എന്നുള്ള സന്ദേഹം ഉണ്ടാകുന്നു, ഓഫറുകളുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നു. എന്തെങ്കിലും പോസിബിലിറ്റി കാണുന്നുണ്ടോ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു മുന്നണി മാറ്റ ചർച്ചകൾ ഉണ്ടാവാനും അതിലേക്കൊരു നീക്കം ഉണ്ടാവാനും? ഒരു ഭരണമാറ്റം പ്രതീക്ഷിക്കുമ്പോഴാണല്ലോ മുന്നണി മാറ്റം എന്നുള്ളത് ഉണ്ടാവുക. അല്ലെങ്കിൽ ഈ ഭരണം തന്നെ തുടരുമെങ്കിൽ പിന്നെ അവർ മുന്നണി മാറേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവർക്ക് തോന്നിയിട്ടുണ്ടാവണം ഇങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് അടുത്ത കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അപ്പോഴാണ് അപ്പോൾ ഈ പ്രശ്നം വരുന്നത്, ഈ ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്നുള്ളത്. അങ്ങനെ ഒരു ഫീല് മാണി ഗ്രൂപ്പിൽ കിട്ടിയിട്ടുണ്ടോ, അത് RJDക്ക് കിട്ടിയിട്ടുണ്ടോ എന്നല്ല ചോദ്യം വരുന്നത്. ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു അഴിമതിയോടോ അല്ലെങ്കിൽ ഒരു കൂട്ടം അഴിമതികളോടോ ഉള്ള ഒരു ഇത് വിയോജിപ്പല്ല. ഒരു ഫെറ്റീഗ് എന്ന് പറയും നമ്മൾ, ഒരു മടുപ്പ്. ഒരു 10 വർഷമായി തുടർന്നുകൊണ്ടിരിക്കുന്നു, അത് നമുക്ക് പരിചയമില്ലാത്തതാണ്. അങ്ങനെ ഒരു ഫെറ്റീഗ്, ഒരു മടുപ്പ് ഈ ഭരണത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതിലേക്ക് ആഡ് ഓൺ ചെയ്യാൻ കുറേ സാധനങ്ങൾ ഉണ്ടാവും, കാലങ്ങൾ കൊണ്ട് സംഭവിക്കാവുന്ന കാര്യങ്ങൾ. അത് ഇതിലും നന്നായി ഭരിക്കാൻ പറ്റുമോ, അല്ല ഇന്നത്തെ സന്ദർഭത്തിൽ നന്നായി ഭരിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് കേന്ദ്രം ഇങ്ങനെ പിടിമുറുക്കിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത്, അതായത് കേരളത്തെ ഒരു രീതിയിൽ ഭരിക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ യൂണിവേഴ്സിറ്റികളിലൂടെ, ഗവർണർമാരിലൂടെ, കേന്ദ്ര വൈസ് ചാൻസലർ, എന്തിന് അവസാനം രജിസ്ട്രാർമാരിലൂടെ പോലും. അപ്പോൾ അത് ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. പിന്നെ കേന്ദ്രവിഹിതത്തിൽ കാര്യമായ രീതിയിൽ ഇപ്പം അങ്ങനെ ഒരു കേന്ദ്രത്തിൻ്റെ ഒരു നോട്ടപ്പുള്ളിയായി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ വേറെയുണ്ട്. അത് അവർ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. തമിഴ്നാടിനെ പോലെയോ മറ്റൊരാൾക്ക് നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടം ഇതിലും വലിയ മെച്ചപ്പെട്ടൊരു ഭരണം ഉണ്ടാവുമോ എന്നുള്ള ചോദ്യമാണ്. പക്ഷേ ഈ തീരുമാനങ്ങളെ ബാധിക്കുന്ന പെർസെപ്ഷനാണ്. നിങ്ങൾ ആക്ച്വലി എന്ത് എന്നുള്ളതല്ല, വാട്ട് മാറ്റേഴ്സ് ഈസ് ദ പെർസെപ്ഷൻ. ആ പെർസെപ്ഷൻ ഉണ്ടാക്കുന്നതിൽ UDF വിജയിച്ചിട്ടുണ്ട്. UDFിൻ്റെ പ്രോസ്പെക്റ്റീവ് ഘടകകക്ഷിയായ ജമാഅത്തെ ഇസ്ലാമി വളരെ കാര്യമായി വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, അവർ വളരെ കുറച്ച് വോട്ടുകാരെ ഉള്ളൂ. അപ്പം മാണി ഗ്രൂപ്പിന് എടുത്തു കഴിഞ്ഞാൽ തന്നെ അവർക്ക് വളരെ കുറച്ച് വോട്ടിലേ ഉള്ളൂ. അവർ പോയി കഴിയുമ്പോൾ അത് വോട്ടിൽ കാര്യമായി ഉണ്ടാവില്ല, പക്ഷേ ദാറ്റ് സെൻസ് എ സിഗ്നൽ. അപ്പോൾ അത് വളരെ അതിന് ഒരു സിംബോളിക് വാല്യൂ ഉണ്ട്. അപ്പോൾ RJD ആരെങ്കിലും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് അങ്ങോട്ടേക്കാണ് ഗ്രാവിറ്റേഷണൽ പുൾ അങ്ങോട്ടേക്കാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാവരും UDFിൻ്റെ വിജയം കാക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ മുന്നണി മാറ്റ ചർച്ചകൾ സജീവമാകുന്നു എന്നുള്ളതിൻ്റെ അത് ട്രാൻസ്ലേറ്റ് ചെയ്തതിൻ്റെ അർത്ഥം ഈ മുന്നണി ഭരണത്തിൽ നിന്ന് പോകാൻ പോകുന്നു എന്നുള്ള അതാണ് പെർസെപ്ഷൻ. ഞാൻ പറയുന്നത് ആക്ച്വലി നടക്കുന്നു എന്നല്ല. അപ്പോൾ ഈ ഇടതുപക്ഷ മുന്നണിയെക്കുറിച്ചുള്ള അഴിമതിയുടെ പെർസെപ്ഷനാണ്, ഇടതുപക്ഷ പോലീസിനെ കുറിച്ചുള്ളത് അത് സംഘി പോലീസ് എന്നുള്ള പെർസെപ്ഷനാണ്.
ആ പെർസെപ്ഷന്, ആ കാഴ്ചപ്പാടിനെ നിയന്ത്രിക്കുന്നതിൽ മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയയ്ക്കും ഒരു പങ്കുണ്ട്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഉള്ളതാണോ അല്ലയോ എന്ന ചോദ്യം പോലും പ്രസക്തമാകാതിരിക്കുന്നത് വാസ്തവത്തിൽ അത് പ്രസക്തമാണ്. ആ പ്രസക്തമായ ചോദ്യങ്ങളല്ല നിൽക്കുന്നത്, മറിച്ച് എന്താണ് ഈ ഗവൺമെൻറ്റിനെ പറ്റി നിങ്ങൾക്കുള്ള പ്രശ്നം എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആളുകൾക്ക് തപ്പും, അങ്ങനെ പക്ഷേ ഈ ഗവൺമെൻറ് വേണ്ട അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക എന്നല്ലാതെ. അപ്പം അതുകൊണ്ട് ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ എന്ന് പറയുന്നതും ഈ ചില ഘടകകക്ഷികൾ മാറാൻ ശ്രമിക്കുന്നത് രണ്ടും കോറിലേറ്റഡ് ആണെന്നാണ് പറയുന്നത്. കാരണം അങ്ങനെ ഒരു പെർസെപ്ഷൻ ഉള്ളത് കൊണ്ടാണ് ചില ഘടകകക്ഷികളും മാറ്റി ചിന്തിക്കേണ്ടി വരുന്നത്. അപ്പം അത് CPM-നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ LDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു ഡേഞ്ചറസ് സിഗ്നലാണ്. അവർ പോയാൽ ഇത്ര വോട്ട് എന്നുള്ളതല്ല, മറിച്ച് മെസ്സേജാണ് പ്രശ്നം. ഓക്കെ, ഇനിയിപ്പോൾ അങ്ങനെ ഒരു തോന്നലുണ്ട് എന്ന് തന്നെ വിചാരിക്കാം. അത്ര എളുപ്പമായിരിക്കും ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന് തിരിച്ച് UDF-ലേക്ക് പോവുക എന്ന് പറയുന്നത്? വെച്ചാൽ സീറ്റുകളുടെ അറേഞ്ച്മെൻറ്റ്സ്, പിന്നെ അവർ പുറത്ത് പോയൊരു സാഹചര്യം, ഇങ്ങനെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അവർ ഫേസ് ചെയ്യേണ്ടി വരില്ലേ? രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ജോസ് കെ മാണി ചിലപ്പോൾ പോകുമായിരിക്കും. ജോസ് കെ മാണിക്ക് അങ്ങനെ ഒരു അങ്ങോട്ടുള്ളൊരു ലീനിങ് ഉണ്ടാകുമായിരിക്കും. പക്ഷേ റോഷി അഗസ്റ്റിൻ പോകാൻ സാധ്യതയില്ല. റോഷി അഗസ്റ്റിൻ പോകുന്നില്ലെങ്കിൽ ആ വോട്ട് ബാങ്കിനെ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന അവസ്ഥ വന്നിട്ടുണ്ട്. അതാണ് അവിടെ വന്നിരിക്കുന്നൊരു മാറ്റം. കേരള കോൺഗ്രസിനകത്ത് വന്നിരിക്കുന്നൊരു മാറ്റം പവർ ഹോൾഡ് ചെയ്യുന്നതും പ്രത്യേകിച്ചും കേരള കോൺഗ്രസ്സിൽ അത് അങ്ങനെ വർക്ക് ചെയ്യുക. റോഷി അഗസ്റ്റിനെ കേന്ദ്രീകരിച്ചാണ് CPI-യും കേരള കോൺഗ്രസ് എമ്മിനെ നടത്തുന്നത്. അത് വളരെ ബോധപൂർവമായ ഒരു എഫർട്ട് അതിനുവേണ്ടി നടന്നിട്ടുണ്ട്. റോഷി അഗസ്റ്റിൻ അവിടെ അതിനനുസരിച്ചുള്ള ഒരു പവർ സെൻ്ററായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് കേരള കോൺഗ്രസ് എം തിരിച്ചു പോവുക എന്നാൽ ചിലപ്പോൾ സ്പ്ലിറ്റായിട്ടായിരിക്കും പോവുക, ജോസ് കെ മാണി മാത്രമായിട്ടായിരിക്കും പോവുക. പോകാതിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അതിനുള്ള കാരണം റോഷി അഗസ്റ്റിനിലേക്ക് കാര്യങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നു. CPM-ഉം റോഷി അഗസ്റ്റിനും ഒന്നിച്ചാണ് നിൽക്കുന്നത് എന്നാണ്. അതുകൊണ്ട് മാത്രമല്ല, ഈ ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് അങ്ങനെ ഒരു മാറ്റം സ്വാഭാവികമായും സാധ്യമല്ല. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി, ഈ മുന്നണി മാറ്റത്തിൻ്റെ കാരണം ഭരണത്തോടുള്ള എതിർപ്പായിരിക്കാം, അല്ലെങ്കിൽ അധികാരം കിട്ടില്ല എന്ന ഭീതിയായിരിക്കാം എന്നുള്ളത് ശരിയാണ്. അതിനെ നിർണ്ണയിക്കുന്നത് പെർസെപ്ഷൻ തന്നെയാണ്. പക്ഷേ പെർസെപ്ഷൻ തീരുമാനിക്കുന്നത് എങ്ങനെ എന്ന് നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മളുടെ അൽഗോരിതം വർക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല തെക്കൻ കേരളത്തിൽ നിന്ന് നോക്കുന്ന ഒരു അൽഗോരിതം വർക്ക് ചെയ്യുന്നതെന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും, ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടാണെങ്കിലും, സർക്കാർ വിരുദ്ധ വികാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, ഈ കാര്യത്തിലെല്ലാം നേരത്തെ ഇലക്ഷനുകൾ നേരിടുന്ന സമയത്ത് മുന്നണികൾ അല്ലെങ്കിൽ പാർട്ടികൾ, സ്ഥാനാർത്ഥികൾ നേരിടുന്നത് ആ കാലത്തെ മാധ്യമങ്ങളെയും അതോടൊപ്പമുള്ള ഏതാണ്ട് ഒരു ചെറിയ ടൈം ഫ്രെയിമിനകത്തുള്ള പ്രശ്നങ്ങളെയുമാണ്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഓരോരുത്തരുടെ അൽഗോരിതത്തിനനുസരിച്ച് ഒരുപക്ഷെ ഹിസ്റ്റോറിക്കലായ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടും. ഈ സർക്കാരിൻ്റെയും അതിനു മുമ്പത്തെ സർക്കാരിൻ്റെയും ഒക്കെ കാലത്തുള്ള വീഡിയോസും വാർത്തകളും ഓരോരുത്തരുടെ ടൈം ലൈനിലേക്ക് വരികയാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ അൽഗോരിതമാണ് ഈ പെർസെപ്ഷൻ തീരുമാനിക്കുന്നത്. അതിൽ പ്രദേശങ്ങൾ തമ്മിലും ആളുകൾ തമ്മിലും ഗ്രൂപ്പുകൾ തമ്മിലും എല്ലാം വ്യത്യാസമുണ്ട്. നമ്മൾ കാണുന്ന കാഴ്ചയെ ആകണമെന്നില്ല അവിടെ നിന്ന് നോക്കുമ്പോൾ തെക്ക് നിന്ന് നോക്കുമ്പോൾ കാണുന്നത് എന്ന അങ്ങനെ ഒരു അഭിപ്രായം കൂടി എനിക്കതിൽ പറയാനുണ്ട്. റൈറ്റ്. ഞാൻ അവസാനമായിട്ട് LDF-ൻ്റെ കാര്യത്തിലേക്ക് വരാം. LDF-ന് ഇപ്പോൾ നമ്മൾ നേരിട്ട് പറയുകയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ പരാജയം, അതിപ്പോൾ 2019 അവർ സമാനമായ വലിയൊരു പരാജയം നേരിട്ടതാണ്. ആകെയുള്ളൊരു ഡിഫറൻസ് തൃശ്ശൂർ BJP-യുടെ ഒരു ജയം ഇത്തവണ ഉണ്ടായി എന്നുള്ളതാണ്. അതിനുശേഷം ഇപ്പോൾ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ 2016-21 കാലത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടായ തോൽവി, അത്രയും തോൽവി ഇത്തവണ ഉണ്ടായിട്ടില്ല. കാരണം അന്ന് അരൂർ തോറ്റു അല്ലേ, പിന്നെ പാല തോറ്റു, ഇങ്ങനെ പല തെരഞ്ഞെടുപ്പുകൾ തോൽക്കുന്നുണ്ട്. ഇവിടെ അത്രയും തെരഞ്ഞെടുപ്പ് തോറ്റിട്ടില്ല. ആകെ നിലമ്പൂർ മാത്രമേ അവരുടെയൊക്കെ സിറ്റിംഗ് സീറ്റ് പോയി എന്ന് വേണമെങ്കിൽ പറയാനുള്ളൂ. ബാക്കിയുള്ളത് മുഴുവൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 2016-21 കാലഘട്ടമായിട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ആരോപണ സമ്പന്നമായിരുന്നു. കാരണം പല നിലയ്ക്ക് എന്താ പറയുക, പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് വലുതാക്കാൻ പാകത്തിലുള്ള ക്യാരക്ടേഴ്സുള്ള ആരോപണങ്ങളാൽ സമ്പന്നമായിരുന്നു ആ കാലഘട്ടം. അതൊന്നും ഇത്തവണ ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ 4 തിരഞ്ഞെടുപ്പുകൾ എടുക്കുക. അപ്പോൾ ഈ 4 തിരഞ്ഞെടുപ്പിൽ
3 സിറ്റിംഗ് സീറ്റായിരുന്നു. UDF ന്റെ സിറ്റിംഗ് സീറ്റാണ്. ഒരു സീറ്റിൽ ചേലക്കര ജയിച്ചു. ചേലക്കരയിൽ കാര്യമായ രീതിയിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് കുറഞ്ഞിട്ടുണ്ട്. മറ്റ് സ്ഥലത്ത് UDF കാര്യമായ വോട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് എന്തിൻ്റെ പ്രതീകമാണ്? അപ്പോൾ നേരത്തെ പറഞ്ഞത് ഒരു സിറ്റിംഗ് സീറ്റ്, മറ്റ് സിറ്റിംഗ് സീറ്റിൽ ഇലക്ഷൻ നടന്നിട്ടില്ല. അപ്പോൾ അത് നടന്ന സ്ഥലങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആ ഗണ്യമായ രീതിയിൽ UDF വോട്ട് വർദ്ധിക്കുകയും CPM വോട്ട് കുറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു സൂചന തന്നെയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഒന്നും ഈ 4 ഉപതെരഞ്ഞെടുപ്പുകൾ കൊണ്ട് ഒന്നും ഭയപ്പെടാനില്ല എന്ന് assume ചെയ്യുന്നത് തെറ്റാണെന്നാണ് പറയുന്നത്. അതിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് CPM. പിന്നെ ഇതിൽ CPM എന്താണ് CPM കൺസേൺ എന്നുള്ളത്? കൺസേൺ എന്നുള്ള ഒന്ന് ലീഡർഷിപ്പാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ലീഡർഷിപ്പ്. ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി? അത് ചോദിക്കും. ഇപ്പോൾ ഒരു 4-5 മാസം കഴിഞ്ഞാൽ ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് ചോദിക്കും. കോൺഗ്രസ്സിലുള്ള പോലെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. വേറെ ആരും അത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി പറയില്ല. പക്ഷേ ജനങ്ങൾ ചോദിക്കുമല്ലോ, ആരാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി? അവിടെ ഒരു ലീഡർഷിപ്പ് വാക്വം ഉണ്ട്. അത് CPM-നെ സംബന്ധിച്ച് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. അത് എങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ സർവേ നമ്മൾ നോക്കുക, നേരത്തെ പറഞ്ഞ സർവേ, ആ സർവേയിലെ കാര്യങ്ങളൊക്കെ ശൈല ടീച്ചർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പിണറായിയുടെ ഇത് കുറഞ്ഞു വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് തള്ളിക്കളയാം. അത് നേരത്തെ പറഞ്ഞ പോപ്പുലർ പെർസെപ്ഷനാണ് ആ സർവേയിൽ ടീച്ചർ എന്ന ഓപ്ഷൻ അവിടെ ഉണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ ശൈല ടീച്ചർ എന്ന ഓപ്ഷൻ CPM-ലുണ്ട്. പക്ഷെ അത് എവിടെ അംഗീകരിക്കപ്പെടും എന്നുള്ളതാണ്. എവിടെ അംഗീകരിക്കപ്പെടും? അത് അംഗീകരിച്ചിട്ടുണ്ടോ? ഇനിയിപ്പോൾ ശൈല ടീച്ചറെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയിട്ട് CPM-ൽ അങ്ങനെ പരിപാടി ഇല്ലല്ലോ. ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയിട്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന ഒരു രീതി CPM-നെ സംബന്ധിച്ചുള്ള ഇല്ല. അത് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇല്ല എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക, പാർട്ടി രീതി അനുസരിച്ചില്ല. പക്ഷെ പുറമേക്കുണ്ട്. 2006 എടുത്തു കഴിഞ്ഞാൽ VS അച്യുതാനന്ദനായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്ത്. 2011 എടുത്താലും VS അച്യുതാനന്ദൻ തന്നെയായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്ത്. 2016 ആരാണെന്നുള്ള 2021 തർക്കം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാലും അതവിടെ ഉണ്ട്. അല്ല, പുറമേ പറയണ സ്ഥാനാർത്ഥി വേണമല്ലോ. അപ്പോൾ ആ ഒരു വാക്വം എന്തായാലും പ്രശ്നമാവും. അതായിരിക്കും CPM നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അത് വലിയ പ്രത്യയശാസ്ത്ര പ്രതിസന്ധി ഒന്നുമല്ല, അങ്ങനെയൊരു പ്രശ്നമല്ല. പക്ഷെ അതൊരു പ്രതിസന്ധിയാണ്. ആരാണ് അടുത്ത മുഖ്യമന്ത്രി ആവാൻ? ഇപ്പുറത്തുള്ള പ്രശ്നം അതിൻ്റെ ആധിക്യമാണ്. 3-4 പേര് തന്നെ പറയാം. അപ്പോൾ LDF-നെ സംബന്ധിച്ചിടത്തോളം ആര് മുഖ്യമന്ത്രി? അപ്പം CPM സാധാരണ പറയാറുള്ളത് അതൊന്നും പ്രശ്നമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരാൾ മുഖ്യമന്ത്രി ആവും എന്നൊക്കെ പാർട്ടി രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയാണെങ്കിലും ജനങ്ങൾ ആരാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് ചോദിച്ചാൽ വലിയൊരു പ്രശ്നമായിട്ട് അതൊരു കോമൺ സെൻസ് ചോദ്യമാണ്. സാധാരണക്കാരൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ചോദ്യമാണ്, ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി? അപ്പോൾ നിങ്ങൾ ഗോവിന്ദന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഗോവിന്ദന്മാരോട് ഒരു പക്ഷേ നിങ്ങൾ ചീത്ത അറിയും. ചോദിക്കേണ്ട ആവശ്യമില്ല. അതൊന്നുമല്ല ചോദ്യം. നിലവിലുള്ള മുഖ്യമന്ത്രിക്ക് ആ സ്കോപ്പ് ഇല്ല എന്നാണോ പറയുന്നത്? അല്ല, അങ്ങനെ പറഞ്ഞാൽ മതി. അങ്ങനെ പറയണമല്ലോ. അങ്ങനെ ചെയ്യണമെങ്കിൽ ഒരുപാട് ഇത് ചെയ്യണം. പാർട്ടി ഒരു ഇളവ് കൊടുക്കേണ്ടി വരും. പാർട്ടി അത് ഇളവ് കൊടുക്കണം, അങ്ങനെ പറയണം. പാർട്ടി ഇളവ് കൊടുത്ത് ഇദ്ദേഹം തന്നെയാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് അങ്ങനെ തിരഞ്ഞെടുപ്പ് മത്സരിച്ച് കഴിഞ്ഞാൽ വളരെ ക്ലിയറാണ്. പിന്നെ ഒരു കൺഫ്യൂഷനും ഇല്ലല്ലോ അവിടെ. പക്ഷെ അത് ചെയ്യുമോ എന്നുള്ളതാണ് പ്രശ്നം. ആ ഒരു പ്രശ്നം LDF-നെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അതായിരിക്കാം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ CPM നേരിടുന്ന ഒരു വലിയൊരു പ്രതിസന്ധി എന്നാണ് തോന്നുന്നത്. പക്ഷേ കഴിഞ്ഞ മന്ത്രിസഭാ രൂപീകരണത്തിലെടുത്ത പോലെ യുവാക്കളുടെ ഒരു കടന്നുവരവുണ്ടായില്ലേ കഴിഞ്ഞ മന്ത്രിസഭ? അതിലൊരാളെ, അക്കൂട്ടത്തിലൊരാളെ മുഖ്യമന്ത്രിയാക്കുന്നു എന്നൊരു തീരുമാനം CPM എടുത്താലോ? മതി. പക്ഷെ അത് എടുക്കണം. അതാണല്ലോ ചോദ്യം. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആരും മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിക്കുന്നില്ല. നമ്മൾ പരിചയമുള്ള ആരും കാൻഡിഡേറ്റ്സും അല്ല എന്ന് വിചാരിക്കുക. ആരായിരിക്കും മുഖ്യമന്ത്രി? നിലനിൽക്കുന്ന പോളിസി അനുസരിച്ചാണെങ്കിൽ അതിനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ശൈല ടീച്ചർ 2 തവണ തുടർച്ചയായിട്ട് MLA ആയി. 3ാം ടേം പാർട്ടി രീതി അനുസരിച്ചാണെങ്കിൽ മത്സരിക്കാൻ പറ്റില്ല. പിണറായി വിജയനും തുടർച്ചയായി 2 തവണ ധർമ്മടത്ത് നിന്ന് MLA ആയി. മുഖ്യമന്ത്രിയായി 2 ടേം. അദ്ദേഹത്തിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ല. പ്രശാന്ത് പറഞ്ഞ സെനാരിയോയ്ക്ക് ഒരു സ്കോപ്പ് ഉണ്ട്. തെരഞ്ഞെടുക്കപ്പെടുന്നവരിൽ നിന്ന് ഒരാളെ അത് പാർട്ടിക്ക് അങ്ങനെ പറയാം. ഞങ്ങൾ തിരഞ്ഞെടുപ്പിന് ശേഷം
തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളിൽ നിന്ന് പാർട്ടി തിരഞ്ഞെടുക്കും. പക്ഷേ ജനങ്ങൾക്ക്, ഞാൻ പറയുന്നത് കോമൺ സെൻസ് ചോദ്യമാണ്. ഇത് സാധാരണ ജനങ്ങൾ ചോദിക്കുന്നത് ആരായിരിക്കും ഒരു ക്യൂരിയോസിറ്റി പറയാം, ഒരു ക്യൂരിയോസിറ്റി മാത്രമായിരിക്കും വിചാരിക്കുക. അപ്പോൾ അത് ആരാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് ചോദിക്കുമല്ലോ. അതിപ്പോൾ UDF-നോട് ചോദിച്ചാൽ അവർ പറയില്ല, പക്ഷേ നമുക്കറിയാൻ പറയാം. പക്ഷേ ആ ഒരു പ്രശ്നം ആരാണ് പാർട്ടി ഈ തിരഞ്ഞെടുപ്പ് നയിക്കുന്നത്, ക്യാപ്റ്റൻ നയിക്കുന്നത് ആരാണെന്ന് പറയാൻ പറ്റായിക, ആളുകളില്ലായിക, ഇല്ലല്ല പറയാൻ പറ്റാത്ത ഒരവസ്ഥ. ക്യാപ്റ്റൻ എന്ന് ഞങ്ങൾ ഉപയോഗിച്ച വാക്കല്ലല്ലോ, ക്യാപ്റ്റൻ എന്ന് കണ്ടെത്തിയത് അവരാണ്. CPM തന്നെയാണ് ഈ ക്യാപ്റ്റൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. ആരാണ് അടുത്ത ക്യാപ്റ്റൻ? അപ്പോൾ ക്യാപ്റ്റൻ ഇല്ല, പാർട്ടിയിൽ ക്യാപ്റ്റൻ ഇല്ലെങ്കിൽ അത് പറയണം, അവരാണ് പറയേണ്ടത് ആരായിരിക്കും ക്യാപ്റ്റൻ എന്ന് പറയേണ്ടത്. അത് വലിയൊരു പ്രത്യയശാസ്ത്ര പ്രശ്നമൊന്നുമല്ല, വളരെ ക്യൂരിയോസിറ്റിയാണ്, നമ്മളെ ജേർണലിസ്റ്റിക് ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത്. പുതിയ കാലത്ത് ഒരുപക്ഷെ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണെന്ന് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലെയും ഇന്ത്യയിലെയും മാത്രമല്ല ആഗോള സാഹചര്യത്തിൽ തന്നെ ഇത്തരം തലകൾ വലിയ പ്രധാനപ്പെട്ട സംഗതിയായിട്ട് മാറുന്നൊരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ ബഷീറിനോട് അവസാനം ചോദിക്കുന്നത്, ഈ LDF-നെ സംബന്ധിച്ച് ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ പല പ്രശ്നങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ എന്താ പറയുക, വിലക്കയറ്റം ഒരു ഉദാഹരണമാണ്. വില കയറിയിട്ടുണ്ട്. ഇപ്പോൾ പാലിന് വില കൂട്ടാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അവശ്യ വസ്തുക്കളുടെ വില കൂടിയിട്ടുണ്ട്, തൊഴിലില്ലായ്മ കൂടിയിട്ടുണ്ട്. പറഞ്ഞതുപോലെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പ്രഖ്യാപിച്ച പല പദ്ധതികളും അത് ഗുണഫലം വേണ്ടവോളം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പോൾ K-ഫോണ്ട് ഉദാഹരണമാണ്, ഗുണഫലം വേണ്ടത്തോളം ഉണ്ടായി ഇല്ല. അതുപോലെ K-ഡിസ്ക് എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി പ്രഖ്യാപിച്ചു, അത് വേണ്ടത്ര പ്രൊഡക്റ്റീവായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതുപോലെ എന്താ പറയുക, വിജ്ഞാന സമ്പദ് വ്യവസ്ഥയായിട്ട് വളർത്തിക്കൊണ്ടുവരും എന്ന് പ്രഖ്യാപിച്ചിരുന്നു, അതിന് കുറേ കാര്യങ്ങൾ പറഞ്ഞു, അത് മുന്നോട്ട് പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ചില വലിയ ഇപ്പോൾ ദേശീയപാതാ വികസനം, അത് ഈ സർക്കാരിൻ്റെ കൂടെ നേട്ടമായിട്ട് അവകാശപ്പെടാൻ അവർക്ക് അർഹതയുണ്ട് താനും. കാരണം സംസ്ഥാനം പണം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിലുണ്ടായ പ്രശ്നങ്ങൾ നാട്ടുകാർ അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ആഘാതം ജനങ്ങൾ നേരിടുന്നതുകൊണ്ട് അവർ തിരിച്ച് പ്രതികരിക്കാൻ സാധ്യത. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും വലിയ തോതിൽ LDF-നെ പ്രതിരോധത്തിലാക്കുന്ന ഒരു പൊളിറ്റിക്കൽ ക്ലൈമറ്റ് നിലനിൽക്കുന്നുണ്ടോ? ഇതൊരു പോപ്പുലറായ അഭിപ്രായമാകണമെന്നില്ല, പക്ഷേ അത്ര വലിയ തോതിൽ ഉള്ള ഒരു ഭരണവിരുദ്ധമായ സെൻറ്റിമെൻറ്റ്സ് കേരളത്തിലുണ്ട് എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ, ഒന്ന്, സാധാരണഗതിയിൽ ഇടതുപക്ഷ ഭരണം അതിൻ്റെ അവസാനത്തേക്ക് അടുക്കുമ്പോഴേക്കും പ്രതിപക്ഷത്തിന് ഒരു വികസനവുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റാഗ്നേഷൻ ഉന്നയിക്കാൻ പറ്റാറുണ്ട്. ഒരു പ്രതിസന്ധി, ഒരു ഇരുണ്ട അവസ്ഥ വന്നു, ഇനി മുന്നോട്ട് പോകില്ല, ഭരണം മാറണം എന്നൊരു അന്തരീക്ഷം വികസനവുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവരാനും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും സാധാരണഗതിയിൽ UDF-ന് കഴിയാറുണ്ട്. മിക്കവാറും അവസാനം UDF വലിയ വിജയം നേടിയ 2001 തെരഞ്ഞെടുപ്പ് തന്നെ ഞാൻ ഒരു ഉദാഹരണമായിട്ട് എടുക്കുകയാണ്. കാരണം വെച്ചാൽ അന്ന് ഏറ്റവും അവസാന ഘട്ടത്തിൽ ട്രഷറിയിൽ നിന്ന് ഒരു ബില്ലും പാസ്സാവാത്ത അവസ്ഥ വന്നു, ആളുകൾ ആകെ കഷ്ടപ്പെടുന്ന അവസ്ഥ. മൊബിലിറ്റി പോയി, ഭരണത്തിൻ്റെ ഒരു ഫംഗ്ഷൻ നിന്ന് പോയി, ഭരണം മുന്നോട്ട് പോകുന്നില്ല, ഒരു വികസനപരമായി പിന്നോട്ടടിക്കുന്നു, ഒരു ഇരുണ്ട അവസ്ഥ വന്നിരിക്കുന്നു എന്നൊരു ഒരു പ്രതീതി സൃഷ്ടിച്ചെടുക്കാൻ സാധാരണഗതിയിൽ ഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പ്രതിപക്ഷത്തിന് പറ്റാറുണ്ട്. ഇടതുഭരണം മിക്കവാറും വലിയ ജനകീയമായ എഫർട്ടുകൾ എടുത്ത ഇടതുഭരണങ്ങൾ പോലും തെരഞ്ഞെടുപ്പിൽ നിന്ന് ഔട്ടായി പോകുന്നത് ഈ ഒരു വലിയ ക്യാമ്പയിൻ്റെ അവസാനത്തിലാണ്. എനിക്ക് തോന്നുന്നത് ഈ സർക്കാർ, ഇപ്പോൾ 2 സർക്കാരുകളുടെ ഒന്നിച്ചെടുത്താൽ തന്നെ വികസനത്തിനെതിരായ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ മുന്നണിയാണിത്. അല്ലെങ്കിൽ ഈ രാഷ്ട്രീയം കൊണ്ട് നാട് മുന്നോട്ട് പോകില്ല, വികസനോന്മുഖമല്ല ഇത്, പിറകോട്ട് വലിക്കുന്നു എന്നൊരു അന്തരീക്ഷം അതിൻ്റെ തനത് വോട്ട് ബാങ്കിൽ ഉണ്ടാക്കാൻ UDF-ന് കഴിയില്ല. കാരണം വികസനത്തോടുള്ള പെർസെപ്ഷനിൽ അടിസ്ഥാനപരമായ വ്യത്യാസം LDF-ന് തന്നെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വളരെ മാരകമായ തോതിൽ തീർത്തും ഭരണം മാറും എന്ന് ഉറപ്പിച്ച് പറയാവുന്ന തരത്തിലുള്ള സർക്കാർ വിരുദ്ധമായൊരു സെൻറ്റിമെൻറ്റ്സ് നിർണായക വോട്ട് ബാങ്കിൽ മുന്നിൽ വെക്കാനില്ല എന്ന് തന്നെയാണ് ഞാനിപ്പോഴും കണക്കാക്കുന്നത്. വലിയ സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടില്ല, വലിയ കെടുതികൾ സംഭവിച്ചിട്ടില്ല, തീർത്തും ഒരു സർക്കാരിനെ നമുക്ക് ഇൻഡക്റ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടില്ല. ആരെങ്കിലും നമുക്ക് പിൻ പോയിൻ്റ് ചെയ്ത് അവരെ ധാർമ്മികമായി അവരെ ഇടിച്ചു താഴ്ത്താവുന്ന വിധത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടില്ല. ഇതൊന്നും സംഭവിക്കാതെ ഒരു ശരാശരി ഭരണം മുന്നോട്ട് പോകുന്നുണ്ട്.
പക്ഷേ ഒരു നേരത്തെ പറഞ്ഞ ഒരു ക്ഷീണം, 9 വർഷം ഒരേ ഭരണം മുന്നോട്ട് പോയതിൻ്റെ ഒരു ക്ഷീണം ഈ സർക്കാരിനെ ബാധിച്ചിട്ടുണ്ട്. നേതൃപരമായ ചില പ്രതിസന്ധികളുണ്ട്. ഒരു നേതൃപരമായ ഒരു അന്തരീക്ഷത്തിൽ ഒരു എനർജി ഇല്ലായ്മ ഉണ്ട്. ഇതെല്ലാം ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ മാസീവായി സർക്കാരിനെതിരെ ചിന്തിക്കാവുന്ന ഒരു സംഗതി ഈ സർക്കാർ കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവസാനം ഒറ്റ കാര്യം ചോദിച്ചിട്ട്, ഇപ്പോൾ നമ്മൾ ഈ BJP കാര്യം പറഞ്ഞു, UDFൻ്റെ കാര്യം, അവിടെയൊക്കെ ചില ചലനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കും, അത് തിരുത്തും, ഇത്തരം സാമ്പ്രദായികമായ പ്രസ്താവനകളും പ്രതികരണങ്ങളും ഉണ്ടായിരുന്നു. അതിനുശേഷം LDFും CPMും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അതിനപ്പുറത്തേക്കുള്ളൊരു മൂവ്മെൻറ്റ് ആ മുന്നണിക്ക് ഉണ്ടായിട്ടുണ്ട്, ആ മുന്നണിയിൽ നടക്കുന്നുണ്ടോ? വലിയൊരു പ്രതിസന്ധിയാണത്. എന്താണ് തെറ്റ് പറ്റേണ്ട തിരുത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് തെറ്റ് പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ തിരുത്തേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം തെറ്റ് പറ്റി എന്നൊരു ബോധം ആ പാർട്ടിക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തിരുത്തണമെന്നാണല്ലോ എൻ്റെ. അങ്ങനെ ഒരു പ്രോസസ്സ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ കാണുന്നില്ല. അവിടെ ആത്മാർത്ഥമായ ഒരു തെറ്റ് തിരുത്തൽ നടന്നിട്ടുണ്ട്. ഇപ്പോഴും പറയുന്ന വർഗീയ ശക്തികളുടെ പിന്തുണ കൊണ്ട് ജയിച്ചു എന്നൊക്കെ അത് പുറത്ത് പറയുന്നത് മാത്രമല്ല, ഉള്ളിൽ പറയുന്നു. അത് തന്നെ പറയുന്നു. പാർട്ടിയുടെ ഓർഗൻസ്, പാർട്ടി മാധ്യമങ്ങൾ അത് തന്നെ ആവർത്തിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് തന്നെയാണ് പാർട്ടി ഇനി ഉന്നയിക്കാൻ പോകുന്നത്. അതായത് ഈ ഒരു വർഗീയ കക്ഷികൾക്ക് കീഴടങ്ങിക്കൊണ്ടാണ്, അതൊരു വർഗീയ മുന്നണിയാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ടാണ് ഇനി ഞങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ CPMനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ ക്യാമ്പയിൻ മെറ്റീരിയൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും. അതാണ് ഉന്നയിക്കാൻ പോകുന്ന കാര്യം. അല്ലാതെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്റ്റോക്ക് ടേക്കിംഗ് ഇടതുപക്ഷത്തിൻ്റെയോ CPMൻ്റെയോ ഭാഗത്ത് ഉള്ളതായിട്ട് നമുക്കറിയില്ല. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ അവരുടെ പൊതുവിൽ കാണുന്ന പൊതുപ്രസ്താവനകളിൽ നിന്ന് അവർ ഒരു കാര്യവും പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ അത് അവരുടെ തീരുമാനമാണ്, അങ്ങനെയാണ് പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വേറെ ഏതെങ്കിലും രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ആ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് കാണുന്നില്ല. അപ്പം പാർട്ടി മാധ്യമങ്ങളായിക്കൂടി ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ദേശാഭിമാനിയുടെ പുതിയ കവർ സ്റ്റോറി ജമാഅത്തെ ഇസ്ലാമിയാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് പറയുന്നത് എത്രത്തോളം യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ടാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് എന്താണ് റോള്, എന്തിനാണ് ഇവരുടെ പിന്നാലെ പോകുന്നത് എന്നൊരു ചോദ്യം ഉയർന്നു വന്നാൽ അതിനെന്ത് ഉത്തരം പറയും എന്നുള്ളതാണ് പ്രശ്നം. റൈറ്റ്. ഞാൻ അതിനായിട്ട് അനുബന്ധമായിട്ട് അത് തന്നെ ഞാൻ ചോദിക്കുകയാണ്. ഒരു മൂവ്മെൻറ്റിൻ്റെ കുറവ് LDFിൽ ഫീൽ ചെയ്യുന്നുണ്ടോ? ഭരണമുണ്ട്, ഭരണം ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു ശരാശരിയായിട്ടോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുകളിലോ ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. പാർട്ടി സംഘടനയുണ്ട്, സംഘടന അതിൻ്റെ ചിട്ടവട്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചു പോകുന്നുണ്ട്. ലോക്കൽ ബോഡി ഇലക്ഷൻ വരികയാണെങ്കിൽ അതിന് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് മുൻകൂട്ടി നിശ്ചയിച്ചൊരു പാറ്റേൺ ഉണ്ട്, അതിനനുസരിച്ച് പ്രവർത്തിച്ചു പോവുകയാണ്. അവിടെ അങ്ങ് സ്റ്റാഗ്നൻ്റായി നിൽക്കുകയാണോ? സാധാരണഗതിയിൽ CPIമ്മിനകത്ത് അതിനെ നിലനിർത്തുന്നത് ഭരണത്തിലുള്ള സമയത്ത് ആ സർക്കാരിൻ്റെ തലവൻ അല്ലെങ്കിൽ ആ സർക്കാരും സർക്കാരിൻ്റെ മന്ത്രിമാരും സർക്കാർ എന്ന സംവിധാനവും പാർട്ടി ലീഡർഷിപ്പും തമ്മിൽ പോസിറ്റീവായൊരു ഫ്രിക്ഷൻ ഉണ്ടാകും. അതായത് സർക്കാർ ഒരു നിലക്ക് പോകുന്നു, അതിനെ പാർട്ടി ജനങ്ങളുടെ മനസാക്ഷിയുടെ സൂക്ഷിപ്പുകാർ പാർട്ടിയാണ് എന്ന ഭാവത്തിൽ അതിനെ പിന്തിരിപ്പിക്കാൻ ഏതെങ്കിലും തരത്തിൽ പാർട്ടിയും സർക്കാരും തമ്മിൽ ഒരു പോസിറ്റീവ് ഫ്രിക്ഷൻ ഉണ്ടാകും. ആ പോസിറ്റീവ് ഫ്രിക്ഷനിൽ പാർട്ടിയുടെ പക്ഷത്തായിരിക്കും ജനങ്ങൾ ഉണ്ടാവുക. പാർട്ടിയുടെ പക്ഷം ആ ഒരു എലമെൻ്റ് ഇത്തവണ മിസ്സിംഗ് ആണ്. സർക്കാരിനെ പോലും തിരുത്താവുന്ന ഒരു പാർട്ടിയുണ്ട് എന്ന് പറയാവുന്ന അവസ്ഥയില്ല. അത് കുറച്ച് കാലമായി നമ്മൾ കാണുന്നൊരു അവസ്ഥ. അതാണ് ഈ മൂവ്മെൻറ്റിൻ്റെ കുറവ് അല്ലെങ്കിൽ ഒരു എനർജിയുടെ കുറവ് എന്ന് പറയുന്നത്. ലീഡർഷിപ്പിൽ സർക്കാരിന് മേലെ പൊസിഷൻ ചെയ്യാവുന്ന ഒരു ലീഡർഷിപ്പ് CPIമ്മിന് ഇല്ല. അതാണ് നമ്മളിങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് അതാണ്. റൈറ്റ്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലാക്കിക്കൊണ്ട് തന്നെയുള്ള മൂവ്മെൻറ്റ്സ് ആണ് ഈ മൂന്ന് മുന്നണികൾ എന്ന് പറഞ്ഞാൽ 2 പ്രധാനപ്പെട്ട മുന്നണികളും ഒരു അപ്കമിങ് മുന്നണി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. BJPയുടെ നേതൃത്വത്തിലുള്ള NDAയുടെ കേരള ഘടകത്തെ അതിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.
അധികം വൈകാതെ ഒരുപക്ഷെ ഒരു 2 മാസത്തിനപ്പുറം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം കേരളത്തിൽ പുറത്തിറങ്ങും. അതിനു മുൻപ് തന്നെ പല വിധത്തിലുള്ള രാഷ്ട്രീയ ചലനങ്ങൾ കേരളത്തിൽ ഉണ്ടാകും എന്ന് തന്നെ നമ്മൾ കരുതണം. ഈ ഡിസ്കഷൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചില വിഷയങ്ങൾ എടുത്തുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിന് 2 തെരഞ്ഞെടുപ്പുകളെയും ബാധിക്കാനിടയുള്ള ചില വിഷയങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് തുടരുക തന്നെ ചെയ്യും. വളരെയധികം നന്ദി. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.